നീ എന്നെ കൊന്ന് കുഴിച്ചിട്ട് അതിൻ്റെ മോലെ ഒരു ചുടല തെങ്ങും വെച്ചിട്ട് അതിന് പൊടിപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് നീ പോവാവും, ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എണീറ്റ് വരുവടാ എന്ന് പറയുന്ന ഡയലോഗുണ്ട്. അത് നമ്മൾ ആലോചിച്ചുണ്ടാക്കിയൊരു സംഗതിയല്ല. അതാ പറഞ്ഞ സംഗതിയാണ് ഞാനൊന്ന് ആലോചിച്ച് വിളിക്കുന്ന. അത് അടുത്ത സെക്കൻഡിൽ ഞാൻ വിളിച്ച് അതിൻ്റെ അസോസിയേറ്റിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡയലോഗാണ്. അപ്പം നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം ശശി എന്ന് പറഞ്ഞ സമയത്ത് ശശി പറഞ്ഞൊരു വാചകം, ഒരു കാരണവശാലും നിങ്ങളെ ഇതില്ല, ഞാൻ അങ്ങോട്ട് വരും തിരുവനന്തപുരം, നിങ്ങളെ വന്ന് കാണും. ഞാൻ എൻ്റെ റൈറ്ററെ, എനിക്ക് ആവശ്യമുള്ള കണ്ടന്റുള്ള റൈറ്ററെ ഞാൻ അങ്ങോട്ടാണ് വന്ന് കാണുന്നത്. അങ്ങനെയാണ് ഒരു റൈറ്ററുടെ ഇത്. രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് 2-3 ഈ സ്ത്രീകൾ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ എന്ന് വെച്ചാൽ അവരിങ്ങനെ മുഖമൊക്കെ വെന്തിരിക്കുക. ഒരു പ്രതിസന്ധി ഉള്ള സമയത്ത് നിങ്ങൾ കഥയെ അവിടെ ഉപേക്ഷിച്ച് വായനക്കാരൻ പൂരിപ്പിച്ചുള്ളൂ എന്ന് കരുതിയിട്ട് നിങ്ങളങ്ങ് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അങ്ങനെ 1-2 പടങ്ങളൊക്കെ പരാജയപ്പെട്ടതോ പോയ ആൾക്കാരൊക്കെയും പിന്നീട് വലിയ രീതിയിൽ തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുള്ള പലരുണ്ട്. ചെളി പറ്റി കിടക്കുന്ന ഒരു 4-5 ചെറുപ്പക്കാർ ആ സെറ്റിൽ ഞാൻ കണ്ടു. ഈ ബേസിലൊക്കെ നിരന്തരമായി മറിച്ചു നോക്കുകയും ചെളിയുള്ള ഇത് വെച്ചിട്ടൊക്കെ മറിച്ചു നോക്കുകയും ചെയ്ത ഒരു പുസ്തകം കണ്ട് എന്നുള്ളതാണ്. വൈകാരികതയിൽ സ്വാഭാവികത ഉണ്ടാവുക, അത് നിഷ്കളങ്കമായി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ദുവേട്ടാ നമസ്കാരം. നമസ്കാരം. പിന്നെ ഞാൻ ഇന്ദുവേട്ടൻ്റെ ഈ വീട്ടിലേക്ക് വരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10-15 വർഷം മുമ്പാണ്. അന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ വായനാമുറിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളങ്ങ് അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നു. ഇന്ദുവേട്ടൻ ഓർക്കുന്നതെന്ന് അറിയില്ല, ഓർമ്മയുണ്ടാവും. അപ്പോൾ എന്നോട് ഇന്ദോട്ട് പറഞ്ഞു ഗസ്റ്റാണ് ഷാജി. അപ്പോൾ ഞാൻ എനിക്ക് പുള്ളീനെ കണ്ടു പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചത് ആരാണ്. പുള്ളിയുടെ പേര് മണിയം പിള്ള, പുള്ളി ഒരു കള്ളനായിരുന്നു. ഞാനൊന്ന് വീട്ടിലേക്ക് കള്ളനെ താമസിപ്പിക്കുന്ന ഒരു എഴുത്തുകാരൻ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പരിപാടി പറയാം? അല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു സാഹിത്യകാരനെന്നോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന നമ്മൾ കണ്ടന്റാണ് ഇമ്പോർട്ടൻ്റ്. അതൊരു ഒരു മനുഷ്യൻ വായിക്കുക എന്നുള്ളതും ഇതാണ്. അതിൻ്റെ എന്തൊരു ഓണർ എന്നുള്ളതൊക്കെ ജനം തീരുമാനിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കള്ളൻ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. ഞങ്ങൾ ഒരു അവിടുത്തെ ഉള്ള നാട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഇഴപിരിഞ്ഞ് നടക്കുന്ന ബന്ധങ്ങളിലുള്ള ഒരു ചെറിയ കണ്ണിയിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി സമയത്ത് നാട്ടിൽ നിന്ന് ശബരിമലയിൽ പോയപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ വളരെ നിശബ്ദനാണ്. അദ്ദേഹത്തിൻ്റെ ആരും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളിയെ ആർക്കും വിരോധമൊന്നുമില്ല, അതൊക്കെ ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു നിശബ്ദനായിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം ഞാൻ ആ ശബരിമല യാത്ര മൊത്തം ഞാൻ ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നീട് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് ചോദിച്ചു, ഇങ്ങനെ നല്ല ഫീച്ചറാകാനായിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അല്ലാതെ പർപ്പസ്ഫുള്ളി ഞാൻ ഇതിലേക്ക് വരികയല്ല ചെയ്തത്. അപ്പോഴത്തേക്ക് ഒരു വർഷം 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം അത് എഴുതി തരാൻ പറഞ്ഞു. ഞാനൊരു 1/2 പേജ് ഫീച്ചറായിട്ട് എഴുതി. പിന്നീടാണ് എനിക്ക് പുള്ളിക്കാരൻ ഒരുപാട് സംസാരിക്കാണ്ട്, പുള്ളി ഒരുപാട് ഫിലോസഫിക്കലാണ്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഷാജി അന്ന് വരുമ്പോൾ ഷാജിക്ക് അന്നൊരു 26-27 വയസ്സൊക്കെ കാണത്തുള്ളൂ. ആ സമയത്ത് മുകളിലത്തെ നിലയിൽ പുള്ളി താമസിക്കുകയാണ്. പുള്ളി അന്ന് അവധിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സമയത്താണ് നമ്മൾ അവിടെ ഇരുന്നിട്ട് സംസാരിച്ചത്. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അത് ഞാൻ ഇരുന്ന് ഇവിടെ സംസാരിച്ച എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് കള്ളൻ്റെ എഴുത്ത് നടക്കുന്ന സമയമാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അത് എനിക്കത് ഒരു റിഗ്രറ്റ് ഇല്ലാത്ത തരം ഒരു റൈറ്റിംഗ് ആയിരുന്നു. സിനിമ അങ്ങനെ ഒരു പാഷനോ അത്യാവശ്യകതയൊന്നുമില്ല. ഞാൻ പത്രപ്രവർത്തനമൊക്കെ ആയിട്ട് ഉപജീവനം നടത്തി പോവുകയായിരുന്നു. അപ്പോഴാണ് ഷാജി നിങ്ങളുടെ തൊട്ടടുത്ത അയൽക്കാരനും നാട്ടുകാരനുമായ നമ്മളെ പഞ്ചായത്ത് വസിയുമായ നമ്മളെ സന്തോഷ് ചേച്ചിക്കാനും, ഞങ്ങളെല്ലാം വളരെ 20കളിലുള്ള ആൾക്കാരാണല്ലോ, 20കളുടെ അവസാനം. അപ്പം അന്ന് സന്തോഷ് ഒരു സിനിമ, സന്തോഷം കൂട്ടുകാരും കൂടെ ചേർന്ന് പൈസയൊക്കെ ഇട്ടൊരു സിനിമ ഇങ്ങനെ ചെയ്തു. അപ്പം സന്തോഷിനെ വിളിച്ചു. ഞങ്ങൾ കാണാനായിട്ട് ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് സന്തോഷം ഒരു വാക്ക് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ പരിപാടി എന്ന് ചോദിച്ചു. അപ്പം സന്തോഷ് സിനിമ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. അപ്പം സന്തോഷ് പറഞ്ഞു, ഇപ്പം എല്ലാ സിനിമയ്ക്കും 12 ലക്ഷം രൂപ സാറ്റലൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ച്, അങ്ങനെയാണെങ്കിൽ 12 ലക്ഷം രൂപയ്ക്കകത്തുള്ളൊരു സിനിമ ചെയ്താൽ പോരെ? സന്തോഷം 12 ലക്ഷം രൂപയ്ക്കകത്ത് വെച്ച് ഒരു സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യ് എന്ന് പറഞ്ഞു.
അപ്പം അതായിരുന്നു അതിൻ്റെ ഒരു പ്രയോജനം. അപ്പം നമുക്കിത് എന്തായി സംഗതി എന്നുള്ളത് പഠിക്കാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് 2 സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികം കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമായി. എങ്കിലും അതങ്ങ് കടന്നുകൂടി. പക്ഷേ 1-2 വർഷത്തേക്ക് അപ്പം ഈ പിന്നെ ഇത്തരം സിനിമകൾ നമ്മൾ മാത്രമല്ലല്ലോ ബുദ്ധിമാൻ, ഇത്തരത്തിൽ വേറെ പല ആൾക്കാരും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചാനലുകൾക്ക് മതിയായി ഇരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ സിനിമ അങ്ങനെ തന്നെ ഇരുന്നു, പെട്ടിയിലിരുന്നു. പക്ഷേ വളരെ അത്ഭുതകരമായ 2 വർഷം കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പിടിവലികൾക്കിടയിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ സിനിമ കയറിപ്പോയതുകൊണ്ട് ഞാൻ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. 2-3 അവാർഡുകളും സ്റ്റേറ്റ് അവാർഡുകളും ഒക്കെ അന്നത് കിട്ടി. അന്ന് കിട്ടിയപ്പോൾ ഇത് വിൽക്കാത്തതുകൊണ്ട് നമുക്കൊരു സന്തോഷവും ഒന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അതൊക്കെയാണ് ഷൈ ചോദിച്ച ഒറ്റക്കയ്യൻ്റെ പിന്നിലുള്ള രഹസ്യം. മൊത്തം ഞാൻ കഥ പാട്ടെഴുത്ത്, കരിഞ്ച് പൈസ കൊടുക്കണ്ടില്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട്. കഥ, തിരക്കഥ, സംഭാഷണം, പാട്ടെഴുത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, നിർമ്മാണം മുതലായ കാര്യങ്ങൾ, വസ്ത്രാലങ്കാരം. അല്ലല്ല, അത് നമുക്ക് പറ്റത്തില്ലായിരുന്നു. വെച്ചാൽ ഒരു പ്രമിസസിൻ്റെ അകത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള ലൊക്കേഷനാണ് നോക്കിയത്. കൊല്ലത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞാൽ കൊല്ലം ഒരിക്കലും ഒരു പ്രത്യേക ആരുടെയെങ്കിലും ഒരു കീഴിലേക്ക് ഏതെങ്കിലും ഒരു പിന്നെ അതീശത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. കാരണം വെച്ചാൽ ഒന്ന്, അവരുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമല്ല അങ്ങനെ. കാര്യം വെച്ചാൽ എല്ലാം അടിസ്ഥാനവർഗ തൊഴിലാളികളുമൊക്കെയാണ്. ഇപ്പം EMSൻ്റെ കാലത്ത് തന്നെയാണ് ദീർഘകാലം ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടായിരുന്ന RSPയുടെ ഭരണസംഘടനയ്ക്കെതിരെ ചന്ദനത്തുപ്പിൽ വെടിവെപ്പുണ്ടായി 2 പേർ മരിച്ചത്. ഇടതുപക്ഷ പാർട്ടികൾക്കുള്ള വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കൊല്ലത്ത് വലിയ സ്വാധീനമുള്ള CPI ദീർഘകാലം CPM-ഉമായിട്ട് പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് തുടർന്ന് 2 ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വിരുദ്ധമായ പലതരം സാധനങ്ങൾ കൊല്ലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രധാനപ്പെട്ട ഒരു സാധനം വെച്ചാൽ അവിടെ അടിസ്ഥാനമുള്ള തൊഴിലാളികളായതുകൊണ്ട് അവിടെ വന്ന അതീശത്വം സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. അത് ഈ തൊഴിലാളി വർഗ സമരങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവരുടെയൊക്കെ മക്കളും ഒക്കെയാണല്ലോ, അവർ കേട്ടുകേൾവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ വിളമ്പുന്നവൻ രാജാവും പിന്നെ കഴിക്കാനിരിക്കുന്നവൻ പ്രജയുമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഈ പിന്നെ സാമൂഹിക പാരമ്പര്യം, ഞാൻ ജനിതക പാരമ്പര്യമല്ല, സാമൂഹിക പാരമ്പര്യവുമായി കിടക്കുന്ന സാധനം പെട്ടെന്ന് ട്രിഗർ ചെയ്യും. അപ്പം അതാണ് എനിക്ക് അതിൻ്റെ അകത്തൊരു മറുപടി പറയാനുള്ളത്. അത് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെയും ഒരു അഭിപ്രായം. ഞാൻ ആ പൊന്മാൻ്റെ അകത്തൊക്കെ ചില സൂചനകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വേണം. നമ്മൾ പ്രതികരിക്കാനുണ്ടാവുക എന്ന് വെച്ചാൽ വലിയ ഇടത്തരക്കാരൻ ഒരാളാണെങ്കിൽ പ്രതികരിക്കുന്നത് ആരാണ് സത്യത്തിൽ പ്രതികരിക്കുന്നത്? സാധാരണ മനുഷ്യരാണ് പ്രതികരിക്കുന്നത് ഇത്തരത്തിൽ. അപ്പോൾ സാധാരണ മനുഷ്യൻ മറ്റേതാകുമ്പം നമുക്ക് പത്രവാർത്തയിൽ സാധാരണ മനുഷ്യനോട് പ്രതികരിക്കുമ്പോഴാണ് അത് ട്രോളാവുന്നത്. സാധാരണ മനുഷ്യൻ മുകളിലുള്ളവനോട് പറയുമ്പോൾ അത് പിന്നെ ഈ പറയുന്ന കണക്കുള്ള വലിയ ഒരാളിനോട് പ്രതികരിക്കുന്നതിനുള്ള വാർത്തയാവും. സാധാരണക്കാരനുള്ളിൽ ഈ ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്ക് അധികാരം കിട്ടുമല്ലോ. ഒരു വിളമ്പുകാരനായി ഞാൻ പെട്ടെന്ന് മാറുമ്പോഴത്തേക്കും ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പം അത് പരസ്പരം നിയന്ത്രിക്കുന്ന, അത് വേണ്ടൊരു സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് അതാണ് അതിൻ്റെ അടിസ്ഥാനമെങ്കിൽ കൊല്ലംകാരൻ മാറേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ കാര്യത്തിൽ. ഞാൻ എൻ്റെ കൊല്ലത്തുള്ള എൻ്റെ ബാല്യം എന്ന് പറയുന്നത് ഒരു ചെറിയ വീടും ഒരു അപാരമായ വയലിൻ്റെ നടുക്കുള്ളൊരു ചെറിയ വീട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയം എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ് എന്നെ ബാധിച്ചിട്ടില്ല ഇതുവരെ. ഇനിയുള്ള കാര്യം അറിയത്തില്ല, ഇല്ല. അങ്ങനെ മതമോ ഭയമോ അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇത് ചെയ്തിട്ടില്ല. ഭയം ഉണ്ടായാൽ പിന്നെ ഇത് ചെയ്തിട്ട് അതൊരു വലിയ കാര്യമായിട്ടല്ല, ഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളൂ. കാരണം ഭയം ആരിലും വേണമെങ്കിലും വരാം. മനുഷ്യരിൽ ഭയമുണ്ട് രാത്രിയിൽ ഒരാൾ അങ്ങനല്ലാതെ ഇങ്ങനെ അതീത ശക്തികളിലുള്ളൊരു ഇതില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഞാൻ ചില അതീന്ദ്രിയമായ ചില കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കാർഷിക പതിപ്പിൻ്റെ പത്രാധിപരായിരുന്ന ശ്രീ KC നാരായണനാണ് പറയുന്നത്,
ഇങ്ങനെ അദ്ദേഹത്തിനിത് അറിയാമായിരുന്നു തോന്നുന്നു, ഞാൻ ഇത്തരം കഥകൾ എഴുതുന്നത്. ഇങ്ങനെ പ്രേത വീടുകളിൽ പോയി ഇത് ചെയ്തിട്ട് ഒരു ഫീച്ചർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ തന്നെ വീടുകൾ കണ്ടുപിടിച്ച് പോയി എഴുതിയതായിരുന്നു അതിനകത്ത്. മറ്റൊന്ന് ഷാജി ചോദിച്ചൊരു സംഗതി എന്ന് പറയുന്നത് ആറൽവായി മൊഴിയിലെ പാതിവെന്ത മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. അപ്പം അന്നേ കാലം എന്ന് പറയുന്നത് ഇപ്പം അന്നേക്കെ ഒരു 20കളിലേക്ക് ഒരു സമയത്തെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ, തമിഴ്നാട് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ രാപകലില്ലാതെ അലഞ്ഞ് തിരിയാം എന്ന ഒരു സമയമാണ് ഒറ്റയ്ക്ക്. അതെന്ന് വെച്ചാൽ ഓരോരോ നമ്മൾ അന്ന് ഈ കണ്ടൻറ് വ്യത്യസ്തമായ കണ്ടൻറ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം എന്നെ അന്ന് വലിയ പ്രചോദിപ്പിച്ചൊരു സാധനം എന്ന് വെച്ചാൽ ഈ അവിടുത്തെ മുഴുവൻ ഈ വിൻമിൽസ് ഉണ്ടല്ലോ, വിൻമിൽസ്, നമ്മുടെ എന്തു പറഞ്ഞാൽ ഈ കാറ്റ് യന്ത്രങ്ങൾ. അപ്പം അതിൻ്റെ മുകളിലൊന്ന് കയറുക എന്നുള്ളതായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ അവിടെ ഒരാളുമായിട്ട് അവിടെ തങ്ങി, അറൽവായി മൊഴി തങ്ങാനുള്ള സാഹചര്യമില്ല. അയാളുടെ കൂടെ താമസിച്ചു. ഇതിൻ്റെ മുകളിലേക്ക് കയറി, എനിക്ക് മുകളിലേക്ക് കയറി ഇതിൻ്റെ അകത്തൂടെ പിരിയൻ ഗോവണി വഴി മുകളിലേക്കൊക്കെ ചെന്ന് അവിടെ ഇരുത്തി. അതിൻ്റെ ഒരു അനുഭവമല്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ വണ്ടി കാത്ത് ഈ ആറൽവായി മൊഴിയിൽ തിരിച്ച് നാഗർകോവിലേക്ക് പോകാനായിട്ട് രാത്രി വല്ലാതെ വൈകി. അപ്പോൾ വണ്ടിയൊന്നും വണ്ടികളൊന്നും കൃത്യസമയത്ത് ഓടുന്നതല്ല. രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് 2-3 ഈ സ്ത്രീകൾ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ എന്ന് വെച്ചാൽ അവരിങ്ങനെ മുഖമൊക്കെ വെന്തിരിക്കുക, അതിൽ 1-2 ആൾ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള ഇത്തരം വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഇറങ്ങി ഓടാം. പക്ഷെ നമ്മളൊരു സയൻറ്റിഫിക് രീതിയിൽ എങ്ങനെയാണ് ഇങ്ങനൊരു ജീവി ഉണ്ടാകുന്നത്, അതിനൊരു മാസില്ലാതെ അതിങ്ങനെ ഇത് ചെയ്ത് പോകുക എന്നൊക്കെ നമ്മൾ ആലോചിക്കാവുന്ന ഘട്ടത്തിലാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാനത് ഇത് ചെയ്ത് പോയപ്പോഴത്തേക്ക് അവർ ആളിനെ കണ്ടപ്പോഴത്തേക്ക് അവർ തിരിഞ്ഞ് പോകാനായിട്ട് പോയി. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്ന് ചേച്ചി നില്ല് എന്ന് പറഞ്ഞിട്ട് ചെന്ന് അവരെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ഭാഗത്തും കൊണ്ട് 2-3 കിലോമീറ്റർ അപ്പുറം കണ്ട് ഏതോ ഒരു വൈദ്യനുണ്ട് ഈ പിന്നെ പൊള്ളലുകൾക്ക് ഇത് കൊള്ളുന്നത്. അപ്പോൾ രാത്രി ഇവരെ പുറത്ത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ രാത്രികളിൽ ഇവരിറങ്ങിയിട്ട് ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് രാത്രികളിൽ ഇറങ്ങി അവർ ഉല്ലസിക്കുകയാണ്. ഈ ഒരു വല്ലാത്ത ഇതാണ്. ശംഖുമുഖി എന്ന് പറഞ്ഞ നോവലിലേക്ക് എത്തുന്നതും വളരെ വിചിത്രമാണ്. എന്നുവെച്ചാൽ ഞാൻ മലയാള മനോരമയുടെ വാർഷിക പതിപ്പിൽ ഒരു കഥ എഴുതിക്കൊള്ളാൻ എൻ്റെ പത്രാധിപർ പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഒരു കഥ. ഇപ്പം കോർഡിനേറ്റ് ചെയ്യുന്ന ഞാനാണെങ്കിൽ അതിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു പത്രാധിപർ ഉണ്ടാവുമല്ലോ, എഡിറ്റർ ഇൻ ചാർജ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്തവണ നിങ്ങളുടെ കഥയും കൂടെ സ്ലോട്ടിൽ പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പം ഓക്കെ. അപ്പം ഞാൻ അത് കോർഡിനേറ്റ് ചെയ്യുകയും അത് പുറത്തിറക്കുകയും അത് എല്ലാം കൂടെ സങ്കലനം ചെയ്ത് അതൊരു ഒരു പ്രോഡക്റ്റാക്കി വെക്കുന്ന ചുമതലയാണ് എനിക്കുള്ളത്. അപ്പം അപ്പോൾ എൻ്റെ മര്യാദ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കഥ ഏറ്റവും ഒടുവിലത്തെ കഥയാക്കി അതിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു കഥ കുറച്ചും കൂടെ ജനകീയമായ ഒരു കഥ ചേർക്കുന്ന ഒരു ശീലം വാർഷിക പതിപ്പിനുണ്ട്. അപ്പോൾ അന്ന് അത് പറഞ്ഞിരുന്ന ആളുടെ പ്രോഡക്റ്റ് വൈകി. ഇപ്പം വൈകിയപ്പോൾ അതിൻ്റെ ചുമതല ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ ഇൻ ചാർജിനാണ്. അപ്പോൾ അദ്ദേഹം ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത് പ്രസ്സിലേക്ക് പോയി. അവസാനം നമ്മുടെ ഒരു അപ്രൂവൽ മാത്രമാണ് പിന്നെ ഇതിൽ വേണ്ടതൊരു ഘട്ടത്തിൽ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു, അപ്പം ചോദിച്ച് വാങ്ങിച്ചതായിപ്പോയതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഒരുപാടുമില്ല, എൻ്റെ കഥ അങ്ങ് മാറ്റി വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കഥ ഞാൻ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് പ്രൂഫ് ചെയ്ത് പ്രസ്സിൽ നിന്ന് ഉള്ള ഇത് ഓക്കെ അപ്രൂവൽ കൊടുക്കുമ്പോൾ ഇത്രയും ഭാഗം മാറ്റിയിട്ട് അങ്ങ് കൊടുത്തു. അങ്ങനെ ഇറങ്ങി. അപ്പം അന്ന് വൈകുന്നേരം പിന്നെ ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ ഈ ഭാഗമായിട്ട് വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു വലിയ കഥ ശ്രീ കെ എ ഫ്രാൻസിസ് ആയിരുന്നു അതിൻ്റെ ചുമതല, കെ സി നാരായണനായിരുന്നു വാർഷികപ്പതിപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു വലിയ കഥയുണ്ട്, നിങ്ങൾ ഈ ഗൗരവ രചനയിലുള്ള എഴുത്തുകാരുടെയൊക്കെ വലിയ പ്രശ്നം എന്താ പറയുക, നിങ്ങൾ ഒരു പ്രതിസന്ധി ഉള്ള സമയത്ത് നിങ്ങൾ കഥയെ അവിടെ അങ്ങ് ഉപേക്ഷിച്ച് വായനക്കാരൻ പൂരിപ്പിച്ചുള്ളൂ എന്ന് കരുതിയിട്ട് നിങ്ങളങ്ങ് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞ പ്രക്രിയയുണ്ട്. കഥയ്ക്കൊരു തുടർച്ചയും ഈ സംഗതിയൊക്കെ ഇല്ലേ. ഞാനിത് പിന്നെ അതായത് കണ്ട ഞാനിത് അനൗൺസ് ചെയ്തു ഈ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിൻ്റെ കടലാസുമൊക്കെ കൂടെ കാണിച്ചു. ഞാൻ പറഞ്ഞു
പെട്ടെന്ന് എനിക്കതിനുള്ള സാവകാശമില്ല. അതൊന്നും വേണ്ട. ആദ്യത്തെ ലക്കം ഞാൻ കൊടുക്കുന്നു, എനിക്കൊരു 6-7 ലക്കം ഇത് മുമ്പോട്ട് കൊണ്ട് ഓടിച്ച് തരണം, അതിൻ്റെ അകത്തുള്ള സംഗതിയുണ്ട്. സത്യത്തിൽ അങ്ങനെ ഉണ്ടായതാണ് ശംഖുമുഖി. അതിൻ്റെ അകത്തൊരു ജീവൻ ഇത്രയും ഭാഗവും ഉണ്ട്, തുടിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ലൈഫ് തുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരുടെയും നമ്മളുടെ ഒപ്പമുള്ള സുഹൃത്തുക്കളുടെയും നമ്മളുടെ പത്രാധിപന്മാരുടെയും നമ്മളുടെ ചില വായനക്കാരുടെയും ഒക്കെ സൂക്ഷ്മ ബുദ്ധിയിലാണ് സത്യത്തിൽ. അത് എൻ്റെ കരിയറിൽ എപ്പോഴും വലിയ തുണയായിട്ട് വന്നിട്ടുള്ളതാണ്. വലിയ ഒരു സൗഹൃദ, നമ്മളടുത്ത് എന്തും പറയാവുന്നൊരു സുഹൃത്ത് വലയം നമുക്ക് ഉണ്ടായിരിക്കുകയും നമ്മളെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നൊരു സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വായനക്കാരനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ. അതില്ലെങ്കിൽ നമ്മൾ വഷളാവും പല ഘട്ടത്തിൽ. അത്തരത്തിലുള്ള ഒരു സഹായം എനിക്ക് ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ട്. കപ്പയിലേക്ക് കൺവേർട്ട് ആവുന്നത് റൈറ്റേഴ്സ് യൂണിയൻ എന്ന് വെച്ചാൽ ഫെഫ്കയുടെ റൈറ്റേഴ്സ് യൂണിയൻ സ്വന്തമായിട്ടൊരു ചലച്ചിത്ര യൂണിയൻ പല ചലച്ചിത്രങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അമ്മ ഒരു ചലച്ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ ഈ ഫെഫ്കയുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു സിനിമ ചെയ്യാനായിട്ട്. അങ്ങനെ റൈറ്റേഴ്സ് യൂണിയനിൽ വളരെ നല്ലൊരു ടീം അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനിച്ച ജിനു എബ്രഹാം, നമ്മുടെ ദിലീഷ് നായർ, AK ഷാജൻ, ആ ഒരു പട്ടികയിൽപ്പെട്ട കുറേ ആൾക്കാർ അന്ന് വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനം. അങ്ങനെ അവർ ഒരു സംവിധായകനെ സെലക്ട് ചെയ്യുകയും അദ്ദേഹം സെലക്ട് ചെയ്തതായ ഒരു കഥയായിരുന്നു പിന്നെ ഈ ശംഖുമുഖി എന്ന് പറയുന്നത്. അത് മുന്നോട്ട് പോയെങ്കിലും നിർഭാഗ്യവശാൽ ആ സംവിധായകൻ അല്ല മറ്റൊരു സംവിധായകനിലേക്ക് യൂണിയൻ പോവുകയും ആ സിനിമ പൂർത്തിയാക്കുകയും ചെയ്തു. എങ്കിലും അതൊരു നിർണായകമായ പിന്നെ യൂണിയനെ സംബന്ധിച്ച് അതൊരു വലിയ നിർണായകമായ ഒരു കാര്യമായിരുന്നു. ഇപ്പം ഞാനല്ലെങ്കിൽ വേറൊരാളുടെ കൃതി എടുക്കാം, പക്ഷേ എങ്കിലും നമുക്ക് നിമിത്തമായൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് വെച്ച് അന്നത്തെ കോവിഡ് സമയത്തൊക്കെ അന്നത്തെ ഈ നമ്മുടെ പഴയ റൈറ്റേഴ്സിനൊക്കെ അവരുടെ പെൻഷൻ പദ്ധതി അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് കിട്ടിയ ഒരു നല്ല തുക യൂണിയന് ഉപകാരപ്പെട്ടു. ലോകത്ത് ഒരു പിന്നെ പുസ്തകം സിനിമയാകുന്ന സമയത്ത് റീഡേഴ്സ് എന്ന് പറയുന്ന ഒരാൾ പലപ്പോഴും തൃപ്തരാകത്തില്ല. അവർ ഭാവനയുടെ വലിയ ലോകം വെച്ചിട്ടാണ് ഈ നോവൽ വായിക്കുന്നത്. ഈ ഭാവനയുടെ വലിയ ലോകം അത് ഓരോ ആൾക്കാരിലും വ്യത്യസ്തമായിരിക്കും ഈ സംഗതി. ഇത് ഒരു കാഴ്ചയിലേക്ക്, ഒരു സംവിധായകൻ്റെ ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു സംഗതി വലിയ വിധാനത്തിലുള്ള ഈ ഭാവനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രചനയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു സംഗതിയെ രൂപപ്പെടുത്തുമ്പോൾ അത് കൃതിയേക്കാൾ വമ്പൻ പിന്നെ വിജയങ്ങളിലേക്കോ അല്ലെങ്കിൽ കൃതിയേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർ കൂടുതലുണ്ടാവുകയും, എപ്പോഴും അങ്ങനെയുള്ളത് ജനാധിപത്യം ഉണ്ട്. ഒരു കൃതിയും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, ഒരു സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർ എന്ന് പറയുന്നത് കൂടുതലുണ്ടാവുക എന്ന് പറയുന്നത് അപൂർവമാണ്. ഉണ്ടായിട്ടില്ലെന്നല്ല, ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വലിയ മെച്ചം ആണ്. പക്ഷെ എങ്കിൽ പോലും ഈ കഥയ്ക്കെല്ലാം അതിൻ്റേതായ സ്റ്റാൻഡിങ് ഉണ്ട്, അതിൻ്റേതായ സംവിധായകൻ്റെ കാഴ്ചയുണ്ട്. ഒരുപാട് പേരുടെ കാഴ്ച വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം കൂടെ കാഴ്ചയുടെ കൂടെ പങ്കേ എനിക്ക് പറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അത് വെച്ച് നോക്കിയാൽ ഞാൻ അസംതൃപ്തനാവേണ്ട ഒരു കാര്യം എൻ്റെ അതില്ല. മറ്റൊരു കാര്യം, ഞാൻ പിന്നെ കൂടെ നിന്നിട്ടേതാ ഇതിൻ്റെ എക്സിക്യൂഷൻ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സിക്യൂഷൻ സമയത്ത് ഞാൻ വളരെ താല്പര്യമെടുത്ത് കൂടെ നിന്ന്, അത് ആരും നോ പറയത്തില്ല, അവർക്ക് കൂടുതൽ താല്പര്യമാണ് നമ്മൾ ഒന്നിക്കുന്നത്. ഇതിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്തുടനീളം നിൽക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾ നിരന്തരമായി പറയുകയും അത് നന്നാക്കാനുള്ള കൃത്യമായ ശ്രമങ്ങൾ പറയുകയും അതിൻ്റെ എഡിറ്റിംഗ് സമയങ്ങളിൽ നമ്മൾ കൂടിയിരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ യാത്രയിൽ നമ്മൾ കൂടെ ഉണ്ടാവണം. അതില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അപാകങ്ങളെക്കുറിച്ച് പറയാനായിട്ടുള്ള ധാർമ്മികമായ അവകാശങ്ങളില്ല. അതുകൊണ്ട് എനിക്കതിൽ പറയാനായിട്ട് പറ്റത്തില്ല. ഞാനതിൽ
പങ്കെടുത്തൊരു സിനിമ പൊന്മാനാണ്. എന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ നാട്ടിലാണത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയുടെ ചോറ് കൊണ്ടിട്ട് അങ്ങോട്ട് ചെല്ലാവുന്നൊരു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സിനിമയുടെ ഒരു 75% സമയത്ത് ഞാൻ കൊല്ലത്ത് പിന്നെ ഞാനവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാനവിടെ പെട്ടെന്ന് ഓടിച്ചെല്ലാനും അതിൻ്റെ അകത്തു നിന്നുള്ളൊരു ഒരു 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 95% എന്ന് തന്നെ പറയാം, ഏതാണ്ട് സമ്പൂർണ്ണമെന്ന് പറയാവുന്ന തരത്തിൽ എൻ്റെ ഓരോ സംഭാഷണത്തിലും ഞാൻ ഉദ്ദേശിച്ചതാണ് വരേണ്ടതെന്ന് ആ സംവിധായകൻ ശാഠ്യം പിടിച്ചതുകൊണ്ട് അതങ്ങനെ വന്നു. മറ്റ് അതിൻ്റെ തിരക്കഥ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കൂട്ടായിട്ടുള്ള ഒരു ശ്രമം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ സംഭാഷണത്തിൻ്റെ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ സംവിധായകൻ്റെ ശാഠ്യങ്ങളിൽ പിന്നെ ഈ തിരക്കഥാകൃത്ത് ഉടനീളം എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പറയുകയും അതിനുള്ള സ്പേസ് നമുക്കവിടെ ഉണ്ടായിരിക്കുമെന്ന് തിരക്കഥാകൃത്ത് ഉറപ്പിക്കുകയും നമ്മളുടെ ആവശ്യകത അത്രയും ആവശ്യകത ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തരം ഒരു ബാലൻസാണ് ഈ സംഗതി. ഇതൊരു വലിയ ഒരു കൂട്ടായ്മയുടെ ആർട്ടെന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രധാന ടെക്നീഷ്യൻ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ കോൺട്രിബ്യൂഷൻസിന് അല്ലെങ്കിൽ നമ്മളുടെ ജോലികളെ നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ചീഫ് ടെക്നീഷ്യൻ എന്നുള്ള രീതിയിലും ഇതിൻ്റെ ഇത്രയും വലിയ കലാകാരന്മാരെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ നമ്മൾ സംവിധായകനെയാണ് നമ്മൾ അദ്ദേഹത്തിനൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് ഈ കലയിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചകളിൽ ചില വ്യത്യാസങ്ങൾ വരാം, അത് പാളിപ്പോകാം, മൊത്തത്തിലുള്ള കെമിസ്ട്രി രൂപപ്പെടുത്തി വരുമ്പോഴത്തേക്ക് അതിൽ പാളിച്ചകൾ വരാം. അപ്പം അദ്ദേഹത്തിന് നമ്മൾ വഴിയിൽ തള്ളിയിട്ടിട്ട് പോവുക എന്നുള്ളതല്ല ഒരു സാധനം ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ ഒരു കരുതൽ കൊടുക്കണം. അങ്ങനെ 1-2 പടങ്ങളൊക്കെ പരാജയപ്പെട്ടതോ പോയ ആൾക്കാരൊക്കെയും പിന്നീട് വലിയ രീതിയിൽ തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുള്ള പലരുണ്ട്. അപ്പം അതാണ് തിരക്കഥാകൃത്തിൻ്റെ ഒരു സംഗതി. പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണലി കൂടെ നിൽക്കുക, എൻ്റെ ഒരു മുഖ്യ ജോലി എന്ന് വെച്ചാൽ കണ്ടൻറ് ഉണ്ടാക്കുക എന്നുള്ളൊരു സംഗതിയാണ്. അതിലാണ് എൻ്റെ ഒരു പ്രധാന രസവും ഇതും ഇരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ തിരക്കഥ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷനാണ് ഞാൻ ഈ പറഞ്ഞൊരു സംഗതി. അല്ല, അത് ഞാൻ പറഞ്ഞ അത് ഈ ജ്യോതിഷ് ശങ്കർ അദ്ദേഹം ഒരു മലയാളത്തിൽ പ്രധാനപ്പെട്ട ആർട്ട് ഡയറക്ടറാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കിട്ടിയിട്ടുള്ള ആളാണ്, പല സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിൽ പുള്ളി പല എഴുത്തുകാരെയും പുള്ളി സമീപിക്കുന്നു. അപ്പോൾ പിന്നീട് പുള്ളി കൊല്ലംകാരനായ ഒരാൾ എന്നുള്ള രീതിയിൽ അന്നത്തെ അദ്ദേഹത്തിൻ്റെ യൗവന കാലമൊക്കെ കൊല്ലത്തായിരുന്നു എന്നുള്ള രീതിയിൽ അതിലെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നൊരു സമയമാണ്. അപ്പം പുള്ളിയുടെ രീതി വ്യത്യസ്തമായിരുന്നു. പുള്ളി പറഞ്ഞു വളരെ മുമ്പായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു വെച്ചാൽ ചേട്ടൻ ഒന്നും ചെയ്യണ്ട, ചേട്ടൻ റിലാക്സ് ചെയ്തിരുന്നിട്ട് ചേട്ടൻ ഞങ്ങളോട് വാ നമുക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെയും എൻ്റെ പഴയ സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പം എനിക്ക് ഇവരോടൊക്കെ ഒന്ന് തിരിച്ചൊരു കണക്ഷനിലേക്ക് എത്താനുള്ളത്. അങ്ങനെ ഞാൻ കൂടെ നടന്ന് ഈ പോയതെല്ലാം ടൈപ്പ് ചെയ്തെടുത്തു. അപ്പോൾ അതിൽ ഒരു കഥയില്ല, ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിനേക്കുള്ളൊരു കഥയോ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കെ പുള്ളി നിരന്തരമായിട്ട് പുള്ളി പറഞ്ഞു ഇത്തരത്തിലുള്ളൊരു സാധനമൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല, പക്ഷെ ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും എലിമെൻറ്റ് നമുക്ക് കിട്ടി, ചേട്ടനത് ചേട്ടൻ്റേതായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വളരെ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു സംഗതികൾ ഒരാളുടെ മനസ്സറിയാവുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറേ നാളിരുന്ന് ജസ്റ്റ് ഈ എഴുതിയ സാധനം ഒന്ന് വീണ്ടും ഒന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ഇവരൊരു കല്യാണത്തിന് പോവുകയും അവിടെ തലേന്ന് സ്വർണം കൊടുത്തുകൊണ്ട് വന്നൊരു പയ്യന് സ്വർണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു എന്തോ ഒരു ചിലവില ഉണ്ടായി. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങളും രാവിലെ അങ്ങ് തിരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടൊരു വാചകം എവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു, മൊത്തം ടൈപ്പ് ചെയ്തിട്ട്. അപ്പോൾ ടൈപ്പ് ചെയ്തിടുന്നതിൻ്റെ ഒരു സുഖത, ഞാൻ എൻ്റെ ജോലി പത്രത്തിലായിരുന്നുകൊണ്ട് എനിക്ക് ആൾക്കാർ സംസാരിക്കുന്ന അതേ സ്പീഡിലൊക്കെ ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റുന്നൊരു വേഗം ഒട്ടായിരുന്നു. അപ്പം ഞാൻ അതങ്ങനെ ടൈപ്പ് ചെയ്തിട്ടപ്പോഴത്തേക്കാണ് ഇതിങ്ങനെ രൂപപ്പെട്ടു വന്നത്.
അപ്പോൾ അതെപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യരെല്ലാം കഥ പറച്ചിലുകാരാണ്. നമ്മളിങ്ങനെ കഥ പറഞ്ഞുകൾ ഇങ്ങനെ വരും. അത് ആരൊരാൾ അതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കുന്നു എന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു റൈറ്റർ എന്ന് പറയുന്നത് ഈ പിക്ക് ചെയ്യാനുള്ള റിഫ്ലക്സ് ആണ് അയാളുടെ ഒരു തീമിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വർക്ക്. ആ കൃത്യമായിട്ട് ആ സമയത്ത് നിങ്ങളുടെ ഗ്രഹലക്ഷ്മിന്ന് വിശ്വനാഥ് വിളിക്കുന്നു. വിശ്വനാഥ് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഓണപ്പതിപ്പിൽ തുടങ്ങിയ ഒരു 5-6 ലക്കത്തിലേക്ക് പോകാവുന്ന ഒരു കഥയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആദ്യ ലക്കം ഞാൻ എഴുതി കൊടുക്കുക ഇത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇയാൾ ഈ പൊന്നും കൊണ്ട് ഈ പെണ്ണ് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ട് ഞാൻ തിരിച്ചവിടെ പോകാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു അജേഷ് വരെ കൊണ്ടങ്ങ് തീർന്നു. അത് ഇച്ചിരി ദീർഘമായ ലക്കമായിരുന്നു. പിന്നെ 6 ലക്കം ഉണ്ട്. അതിലെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 15 ദിവസത്തെ ഇടവേളകളുണ്ട്. പിന്നീടാണ് നമ്മൾ ഇയാൾ അവിടെ ചെന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും, അവിടെയാണ് നമുക്ക് തടസ്സം വരുന്നത്. അത് മറ്റതുവരെ ഓക്കെ, പെണ്ണ് പൊന്നും അടിച്ചുകൊണ്ട് പോയി. അത് ഏത് പ്രധാനപ്പെട്ട സ്ഥലമാണെങ്കിലും ശരിയടാ, ഞാൻ ചെന്നത് കൊണ്ടുവരും. പക്ഷെ എങ്ങനെ കൊണ്ടുവരും എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ തടസ്സം എന്ന് പറയുന്നൊരു സാധനം വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ശ്രീ കെ ഫ്രാൻസിസ് പണ്ട് പറഞ്ഞൊരു സാധനം, നിങ്ങൾക്ക് ഒരു വഴി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഗൗരവ എഴുത്തുകാരെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളങ്ങ് പോകും. അത് പിന്നെ അവർ കണ്ടെത്തി വിടും. അങ്ങനല്ല, അതിൻ്റെ പുറകെ ഉള്ളൊരു സഞ്ചാരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എളുപ്പമുള്ളൊരു വഴിയല്ല. അത് ഞാനൊരു 3-3.5 മാസം കൊണ്ട് നിരന്തരമായിട്ട്, കാര്യം കൊടുത്തല്ലേ പറ്റൂ ഓരോ ലക്കം, അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കിയെടുത്തൊരു ഡ്രാഫ്റ്റാണിത്. പിന്നീട് ആ സ്വർണ്ണം എന്നുള്ള പേരിലാണ്. പിന്നീട് അതിനെ മാറ്റിപ്പണിത് 1.5 വർഷം എടുത്തിട്ടാണ് 4-5 ചെറുപ്പക്കാരുണ്ടായത്. അപ്പോഴത്തേക്കൊരു ഡ്രാഫ്റ്റായി. ഞാൻ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയയിൽ ഇതുവരെ മുമ്പും പിമ്പും ഞാൻ ആ പ്രക്രിയയിൽ ഇടപെട്ടിട്ടില്ല. ഇത് സിനിമയാക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും ജ്യോതിഷിന് താല്പര്യമുള്ളതെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ജ്യോതിഷൻ്റെ ആദ്യത്തെ ലക്കം വായിച്ച് ജ്യോതിഷ് വളരെ ഇൻട്രസ്റ്റഡ് ആയി. ജ്യോതിഷ് നമ്മളെ സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ സിനിമ എന്നുള്ളൊരു സാധനം നമുക്ക് ആ ഭാഗത്തില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഉണ്ടാവരുത്. നമ്മളൊരു സാഹിത്യകൃതി ഉണ്ടാക്കുമ്പം സാഹിത്യത്തിൻ്റെ സ്വഭാവത്തിൽ മാത്രമേ നമ്മൾ നിൽക്കാവൂ. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് സിനിമയാക്കാൻ പറ്റാത്ത തരത്തിലുള്ള എലിമെൻറ്റ്സ് നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഇപ്പം ഉദാഹരണത്തിന്, അതാണ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന പിന്നെ സംവിധായകന് ഇട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇത് വായിച്ച് സിനിമയാക്കാമെന്ന് വിചാരിക്കുന്ന സംവിധായകന് ഇട്ട് കൊടുക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഇവിടെ സിനിമയാക്കാൻ പറ്റത്തില്ല. കണ്ടന്റ് ഇഷ്ടപ്പെട്ടു, ഈ സിനിമയാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് അയാൾക്ക് ഇട്ടുകൊടുക്കുന്ന വെല്ലുവിളികളാണിത്. അല്ലാതെ നമ്മളീ പറയുന്ന കണക്ക് ഒരാൾ സിനിമയാക്കാനൊരു സാധനം എഴുതി വയ്ക്കുന്നു എന്നുള്ളതല്ല. അവിടെയാണ് ഏറ്റവും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജനപ്രിയ പിന്നെ നോവലുകൾ ഒക്കെ ആയിട്ട് ഒരുപാട് പിന്നെ ഓരോ മാസം ഇറങ്ങുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് സിനിമയാവുന്നില്ല? അങ്ങനല്ല, നമ്മളുടെ സിനിമാ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും സിനിമാ നിർമ്മാതാവ് അവർക്ക് കൃത്യമായ ധാരണയുള്ള മനുഷ്യരാണ്. നമ്മൾ കഴിക്കുന്ന കഞ്ഞിയും ചോറും മീൻ കൂട്ടാനും ഒക്കെ തന്നെയാണ് അവർ കഴിക്കുന്നത്. അവരുടെ ഐക്യു തന്നെയാണ് നമുക്കും ഉള്ളത്. അവർ നല്ല വായിക്കുന്നവരാണ് അത് കൂട്ടത്തിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ത്രെഡാണ് അവരെ ഇത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് പിന്നെ അത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്ത് വെല്ലുവിളികളുണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ് അവർക്ക് ട്രിഗർ ഉണ്ടാകും. അപ്പോൾ ഈ നോവലിൻ്റെ അകത്ത് ഈ ചെളിയരിപ്പൻ മീനുകളുണ്ട്. ഒരു കഥ സംഭവിക്കുന്നത് മൊത്തം ഒരു രംഗം കഥയിൽ സംഭവിക്കുന്നത് മൊത്തം ഈ ചെളിയരിപ്പൻ മീനുകളെന്ന് വെച്ചാൽ അത് പിന്നെ ഇപ്പം അത് കൊല്ലത്തൊക്കെ വളരെ കുറഞ്ഞു, വളരെ വംശനാശത്തിൻ്റെ ഇതിലെത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു ലോകം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് സാഹിത്യം. അതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ മഡ് ഫിഷ് എന്ന് പറയും. മഡിൻ്റെ അത് മഡ് മതി. അത് ചെറിയ 2 ചിറകുകൾ കാലിൽ ഊന്നിയിട്ട് ഇവൻ സഞ്ചരിക്കും. ഈ ഒരു ഇതിൽ അതിന് ഇത് വേണ്ട, അതിന് പ്രത്യേക ശ്വസന ഇതുണ്ട്, ഈ ഓക്സിജൻ എടുക്കാനായിട്ടുള്ള. കുറേ കാലം ഇത് കിടന്നാലും അതിനൊന്നും സംഭവിക്കത്തില്ല ഒരു കാലാവസ്ഥ. അപ്പോൾ ഈ ചതുപ്പോ വെള്ളക്കെട്ടോ വരുമ്പോഴത്തേക്ക് ഇവൻ മൊത്തം ഇതിൻ്റെ അടിയിൽ നിന്ന് പിടിരാന്ന് ഉയർന്ന് മുകളിലോട്ട് വരും. അപ്പോൾ അവൻ്റെ ഒരു ലോകവും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഈ 4-5 ചെറുപ്പക്കാരിൽ ഒരു പ്രധാന സംഗതി വരുന്നത്. ഈ ചിലർ ഒരാളിങ്ങനെ ഇതിനെ ദേഷ്യം വന്ന് തോണ്ടി എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു സംഗതി. അപ്പോൾ അവരുടെ ലോകം ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു വെല്ലുവിളി. ഇത് ഒരു കാരണവശാലും സിനിമയ്ക്ക് അപ്രാപ്യമായൊരു സാധനമാണ് ഈ സംഗതി. അപ്പം ഇതിൽ ഏതെടുക്കണം ഏത് വേണ്ട എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയുള്ള സ്ഥലത്താണ് അവരൊരു ആർട്ടിസ്റ്റാണ്. സംവിധായകൻ എന്ന് പറയുന്നത് അയാളൊരു ആർട്ടിസ്റ്റാണ്.
നല്ല കോർഡിനേറ്ററാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഇത് എങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഏതൊക്കെ ഒഴിവാക്കാൻ വേണ്ട എന്നുള്ള ഒഴിവാക്കിയേ പറ്റൂ എന്ന് പറയുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അത് നമ്മുടെ സാഹിത്യമാണ്, അത് ലിറ്ററേച്ചറാണ്. അപ്പോൾ അതല്ലാതെ പിന്നെ അയ്യോ ഇത് സിനിമയാക്കാനായിട്ട് പറ്റുന്നൊരു ഭാഗമല്ല എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ എഴുതി വയ്ക്കുമ്പോൾ ഇത് സിനിമ പോലെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നിടത്തല്ല. സാഹിത്യമായിട്ട് അതിനൊരു സ്റ്റാൻഡിങ് ഉണ്ടാവും. പിന്നീട് ആ ഒരു പുസ്തകം എടുത്ത് വായിക്കുന്ന സമയത്തും അവിടെ വായനക്കാരൻ തോന്നണം അത് കൊള്ളാം, ഇവർക്കത് ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മുടെ സ്റ്റാൻഡിങ്. മറ്റ് പല ആൾക്കാർ ആരോപണം എന്നുള്ള രീതിയിൽ പലരും പറയും ഇങ്ങനെ അത് സിനിമ എഴുതാൻ പറ്റുന്ന മട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനല്ല അത്. അതുകൊണ്ടാണ് ഇതിൽ സിനിമയുണ്ട്, ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ നോക്കിക്കൂടെ എന്ന് പലരും ചോദിച്ചു വരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ കെമിസ്ട്രി എന്ന് പറയുന്നൊരു സാധനം. ഒന്ന് ഇതിൻ്റെ അകത്തു നിന്നുള്ള സംവിധായകനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ച ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ കലാരംഗത്തുണ്ടെങ്കിലും സംവിധായകൻ എന്നുള്ള രീതിയിൽ ആദ്യമാണ്. ഇതല്ല എനിക്ക് വേണ്ടത് എന്നതാണ് ഒരാളുടെ കൺവിക്ഷൻ. ഇതാണ് എനിക്ക് വേണ്ടതെന്നുള്ളതല്ല കൺവിക്ഷൻ. ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് ചെന്ന് നമ്മളിപ്പം നടന്മാരുടെ അടുത്തൊക്കെ ചെന്ന് പറയുകയാണ് എനിക്കിതല്ല വേണ്ടത്, എൻ്റെ സിനിമ ഇങ്ങനല്ല, എൻ്റെ സിനിമ ഇതൊരു പിന്നെ സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്, എൻ്റെ ഇതിലുള്ള കഥാപാത്രം ഇങ്ങനെ പെരുമാറത്തുള്ളൂ, എനിക്ക് മറ്റു കാര്യം എനിക്ക് അറിയത്തില്ല നിങ്ങൾ എങ്ങനെ പെരുമാറും. അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ഇതുവരെ കണ്ട കഥാപാത്രങ്ങളുടെ ശീലങ്ങളിൽ കിടക്കുന്ന നടീനടന്മാരൊക്കെ മറിയുന്നതും അതിൻ്റെ അകത്തേക്ക് ലൈഫ് ഇൻസ്റ്റിൽ ചെയ്യപ്പെടുന്നതുമായ പിന്നെ ചില ഭാഗങ്ങൾ ഉണ്ടാവുകയും സിനിമയിൽ ലൈഫുമായിട്ട് വരികയും നമ്മൾ തിയേറ്ററിലോ അല്ലെങ്കിൽ OTT നമ്മൾ വീടുകളിലോ ഇരിക്കുന്ന മനുഷ്യർ അതിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട. നമ്മളിരിക്കുന്ന സ്ഥലം നമ്മൾ വിട്ടുപോകുന്നു. അത് എത്ര നേരം വിട്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം ഞാൻ തിയേറ്ററിലാണെന്ന് ഇരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ സമയപരിധി ഏറ്റവും കുറയുന്ന സ്ഥലത്താണ് അതിൻ്റെ സ്വാഭാവികത കൂടുന്നത്. അതുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഇത് തന്നെയാണ്, ഇതിൻ്റെ ഒപ്പം തന്നെയാണ് പോകേണ്ടതെന്നുള്ള തിരിച്ചറിവിൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ ഇദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ്റെ കൂടെ നിൽക്കണമെന്ന് ഏത് ഘട്ടത്തിൽ വെച്ച് നമുക്ക് തോന്നുന്നു, നടീനടന്മാർക്കും ബാക്കിയുള്ള എൻ്റെ ക്രൂവിനും തോന്നുന്നു എന്നുള്ള സാധനം. ബാക്കി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളും ഈ സാധനങ്ങളും എല്ലാം വരാം. ആ സമയം വെച്ചിട്ടാണ് ഈ സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഷൂട്ടെന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു ഋതം ഉണ്ടാവുകയത്. പിന്നെ നമുക്ക് റീഷൂട്ട് ചെയ്തെടുക്കുകയോ മറ്റേതോ ഒക്കെ ആയിട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ സംവിധായകൻ എന്ന് പറയുന്ന ഒരു ഇതിനെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പല രീതിയിൽ പല ആൾക്കാർ പല രീതിയിലേക്ക് പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നൊരു സാധനം. ഓരോരുത്തരും അവരവർക്ക് ശീലമുണ്ട്. ആ ശീലങ്ങളുടെ പിടുത്തം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഇവിടെ കണ്ടു. അതാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം നമ്മൾ ഇപ്പം ഈ പുസ്തകത്തിൻ്റെ കിടക്കുന്ന ചില എലിമെൻറ്റ്സ് നമുക്ക് വിട്ടുപോയിക്കൂടാ എന്ന് അതിൻ്റെ പ്രധാന നടനായ ബേസിൽ വരികയും നമ്മൾ ചെളി പരതിയ ഒരു സാഹിത്യം എനിക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ എഴുതിയെന്നുള്ളതല്ല, ഒരു ചെളി പറ്റി കിടക്കുന്ന ഒരു 4-5 ചെറുപ്പക്കാർ ആ സെറ്റിൽ ഞാൻ കണ്ടു. ഈ ബേസിലൊക്കെ നിരന്തരമായി മറിച്ചു നോക്കുകയും ചെളിയുള്ള ഇത് വെച്ചിട്ടൊക്കെ മറിച്ചു നോക്കുകയും ചെയ്ത ഒരു പുസ്തകം കണ്ട് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആ പുസ്തകത്തിലുള്ള എലിമെൻറ്റ് സിനിമയിൽ വിട്ടുപോകരുത്, തിരിച്ചു വരണമെന്ന് തോന്നിയൊരു സ്ഥലത്താണ് എനിക്കൊരു റൈറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാ റൈറ്റർമാർക്ക് വേണ്ടി എനിക്കൊരു തൃപ്തി തോന്നിയ ഒരു മൊമെൻ്റ് അവിടെ ആയിരുന്നു. അതെ അത് ഞാൻ പറഞ്ഞില്ല, അഭിനയിക്കുക എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഈ കൺവിക്ഷനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അതിനോടൊപ്പം ഈ അജേഷ് വേറൊരാളാണ്, നമ്മൾ ഇതുവരെ തുടർന്ന് വന്ന ഒരാളല്ല എന്ന് തോന്നുന്ന സമയത്ത് പുള്ളി പിന്നീട് കംപ്ലീറ്റ് ഒരു ആത്മാർത്ഥമായ രീതിയിലേക്ക് എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഈ സംവിധായകനോടൊപ്പം എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു ഫുൾ ഋതത്തിലെത്തുക, അത് ഒരു സിനിമയുടെ സെറ്റിൽ ഈ ഒരു ഋതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ആ സിനിമ എന്തു പറഞ്ഞാലും ആ സിനിമ എത്ര പേര് കാണുമെന്ന് 100 കോടി എന്നുള്ള അർത്ഥത്തിലല്ല, ആ സിനിമയിൽ ഒരു ലൈഫ് ഉണ്ടായിരിക്കും, അതിനൊരു ഋതം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ കാണാത്ത കാഴ്ചകൾ അതിൻ്റെ അകത്ത് വരും, അതൊന്നും നമ്മളെ കൺട്രോളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇയാളൊരു അണ്ടർഡോഗാണ് എന്നുള്ള സാധനം നമുക്കറിയാം. പക്ഷെ ഇയാൾ ഇന്ത്യയിലെ
എമ്പാടുമുള്ള ഒരു ദിവസത്തെ ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ഒരു പിടിവാശിയും അയാളുടെ ഒരു വാശിയും ഉണ്ടല്ലോ, അത് അയാളുടെ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു വേറൊരു എലിമെൻ്റ് ആണെന്നുള്ള സാധനം നമ്മൾ ആ സമയത്ത് കാര്യമായിട്ട് ആലോചിച്ചില്ല. പക്ഷേ ഇത് OTT ഇറങ്ങിയതിന് ശേഷം ഇത് പിന്നെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിരുന്ന ദിവസങ്ങളുണ്ട് ഈ OTT ഇതിൻ്റെ അകത്ത്. സൗത്തിൽ വളരെ 2-3 ആഴ്ചകളിൽ എനിക്ക് തോന്നുന്നത് നിന്നു. അതൊക്കെ എത്രയെങ്കിലും സമയം നിന്നു. അത് ഒരു ദിവസമെങ്കിലും അത് 2 സ്ഥലത്ത് നിന്നു. അത് നിന്നത് അത് എടുത്തത് ഈ ഇന്ത്യയിലുള്ള ഈ ഇത്തരത്തിൽ ഓരോ ദിവസത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു എന്ന് തോന്നിയ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ അത് എവിടെയോ ഒന്ന് തൊട്ടു. അത് ആ ഭാഷയെ ലംഘിച്ചുകൊണ്ട് അത് തൊട്ടു. അതിതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഇങ്ങനൊരു എലിമെൻറ്റിൻ്റെ തൊണ്ട് നമുക്ക് അതിൽ വർക്ക് ചെയ്യാമെന്ന് ആരും ചിന്തിച്ച എലിമെൻ്റ് അല്ല ഈ പ്രേക്ഷകൻ റിസീവ് ചെയ്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സാധനം. നമ്മൾ ഉദ്ദേശിക്കുന്നതായ സംഗതിയല്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ മേക്കിങ്ങിൽ നമ്മൾ പുലർത്തുന്നൊരു സത്യസന്ധത മാത്രമാണ് ഇതിനെ ഡിഫറൻ്റാക്കി മാറ്റി നിർത്തുന്ന ഒരു സംഗതി. അതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല, പലപ്പോഴും വേദനാജനകവുമാണ്. അവരുടെ ഈ മെയിൻ സംവിധായകരുടെ ഇവരുടെയൊക്കെ പെർസ്പെക്റ്റീവിൽ ഇത് എങ്ങനെ ഇതിൻ്റെ കെമിസ്ട്രിയിലേക്ക് കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് നിഗൂഢവും വളരെയേറെ പിന്നെ എലിമെൻറ്റ്സ് ഒരുമിച്ച് വരേണ്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കോർഡിനേറ്റേഴ്സിന് നല്ല മനക്കട്ടിയും ഇതും ഒക്കെ വേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അത് ആ സിനിമ എനിക്ക് വളരെ കോൺഫിഡൻസ് തന്നൊരു സിനിമയായിരുന്നു. വെച്ചാൽ കോൺഫിഡൻസ് തന്ന സിനിമയെന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ജോലി ഉപേക്ഷിച്ച് എഴുതി ഇത് ചെയ്യാം. 10-13 വർഷത്തെ പ്രധാനപ്പെട്ട കാലത്തെ സർവീസ് ബാക്കിയിരിക്കെ നമ്മൾ ഒരു വിരോധവും ഇല്ലാതെ സ്വന്തം നിലയ്ക്കിറങ്ങി പുറപ്പെടുന്നൊരു സമയമാണ്. അപ്പോഴാണ് പെട്ടെന്ന് കോവിഡ് കയറി വരുന്നത്. വലിയ അനിശ്ചിതത്വത്തിലേക്ക് നമ്മൾ നീങ്ങുക എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ പിന്നെ പാരിപ്പള്ളി ഭാഗത്ത് നടന്നൊരു സംഭവത്തിനെ എൻ്റെ പിന്നെ കൂട്ടുകാരനായ പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പിന്നെ സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നിങ്ങനെ സൂചിപ്പിച്ചു. അതിൻ്റെ പിന്നാലെ നടന്നപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു കഥയാണ്. ഇത് 2020-ലോ 2021-ലോ ആണ് ഇത്. കോവിഡിൻ്റെ തുടക്ക സമയം, കോവിഡ് അനൗൺസ് ചെയ്തേക്കുന്ന ഒക്കെ ആയിട്ടുള്ള പിന്നെ ഒരു സമയത്താണത്. അപ്പോൾ ഞാനത് ആ കഥ ഉണ്ടാക്കിയ കഥ വളരെ രസം അറിയാമല്ലോ. ഒരു കല്യാണം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ കാണാനായിട്ട് അപ്രതീക്ഷിതമായിട്ട് പിന്നെ അയാളുടെ പുരുഷൻ വരുന്നു, ഇവരുടെ ഉഡ്ബി വരുന്നു, വേറെ ആരുമില്ല. അപ്പോൾ ലോക്ക്ഡൗൺ സംഭവിക്കുന്നു. ഇയാൾ അവിടെ തങ്ങാൻ നിർബന്ധിതനാവുന്നു. പക്ഷേ പിന്നീട് ഇയാൾ മനസ്സിലാവുന്നു മുകളിൽ വേറെ ഒരാളുണ്ട് എന്ന് പറയുന്നു. അപ്പം വേറൊരാളുണ്ട്. അയാളുടെ കൂടെ ഒളിച്ചോടാനായിട്ട് കാത്തിരിക്കുന്ന സമയത്താണ് ഇയാൾ വന്ന് കയറുന്നത്. അങ്ങനെ ഒരിടത്ത് കുടുങ്ങിപ്പോകുന്നൊരു മനുഷ്യരുടെ നമുക്ക് നാടകീയമായി അതിനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കഥാസന്ദർഭം കിട്ടി എന്നുള്ളതായിരുന്നുണ്ട്. പക്ഷേ കോവിഡ് സമയത്ത് അത് നന്നായിട്ട് സിനിമകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വർക്കാവേണ്ട ഒരു സിനിമകളാണ്. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ ആ സിനിമ നമുക്ക് ഇതിന് മുമ്പും പിമ്പും ഇല്ലാത്ത രീതിയിൽ ഒരു തിരക്കഥാകൃത്തിന് കിട്ടാവുന്നതിലുള്ള ഏറ്റവും നല്ല സിനിമയുടെ ഏതാണ്ട് പിന്നെ ആ സിനിമയുടെ ഏതാണ്ട് മൊത്തം ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് 10% അതിൻ്റെ തിരക്കഥാകൃത്തിന് ശമ്പളമായി കിട്ടിയ ഒരു സിനിമ. അതായത് മുമ്പും പിമ്പും അതിന് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് അത്ര ഭയങ്കര ബഡ്ജറ്റൊന്നും അല്ല എങ്കിൽ പോലും അതൊക്കെ എനിക്ക് പിന്നീട് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വലിയ ആത്മവിശ്വാസം കിട്ടിയ. അപ്പം ഞാൻ ഈ ജോലി ഉപേക്ഷിച്ച് നിന്ന് ഈ കോവിഡ് സമയത്തൊക്കെ ഞാൻ തരണം ചെയ്തതും ഒക്കെയും എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് സത്യത്തിൽ വൂൾഫ് എന്ന് പറഞ്ഞൊരു സിനിമ ഇതായത്. ആ സിനിമ അതിൻ്റെ നിർമ്മാതാവിനൊക്കെ വലിയ ലാഭം കിട്ടിയ സിനിമ ആയിരുന്നു അത്. പെട്ടെന്ന്
വേഗത്തിൽ എടുക്കേണ്ടി വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഒക്കെ വളരെ നല്ല ഒരു ഓർമ്മ ഉണ്ടാക്കിയൊരു സിനിമയായിരുന്നു സത്യത്തിൽ അത്. അതിൻ്റെ അകത്ത് ആ അമ്മിണിപ്പിള്ളയെ തല്ലിയതിൽ ഒരാൾ എൻ്റെ ഒരു അടുത്ത ബന്ധുവായിരുന്നു. ഈ തല്ലിയ 4-5 പേര് അവരൊക്കെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നതാണ്. ചെറിയ അല്ലല്ല, ഈ സംഭവം ഈ കാരണം ഇതൊന്നുമല്ല, ഈ അങ്ങനെ പെണ്ണ് കേസൊന്നുമല്ല, അല്ലാതുള്ള ചെറിയ പിന്നെ എന്തോ ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മാത്രത്തിൽ ഉണ്ടായ ഒരു പിന്നീട് അവർ വീണ്ടും സുഹൃത്തുക്കളാവുകയൊക്കെ ചെയ്യും. പിന്നീട് അതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിനിമയാകുമായി ബന്ധപ്പെട്ട ഞാൻ ഇദ്ദേഹത്തിന് ഈ അമ്മിണിപ്പിള്ളയായ വ്യക്തിയെ വിളിച്ച സമയത്ത് അന്ന് ഈ ഇദ്ദേഹത്തിനെ അടിക്കാൻ കൂട്ടത്തിലുള്ള ഒരാൾ ഇവർ രണ്ടുപേരും നിന്ന് ഒരു യോഗ സെൻറ്ററിൽ അടുപ്പിച്ച് നിന്ന് ചെയ്യുന്ന സമയത്ത് ഇത് നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള സ്പർദ്ധകളും ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ അങ്ങോട്ട് കേട്ട് മാറുമല്ലോ. പിന്നെ ഈ വെട്ടുന്നതെന്നൊക്കെ പറയുന്നത് കൊല്ലാനോ പിടിക്കാനോ ഒന്നുമല്ല, ഒരു ചെറിയ ഒരു ചെറിയൊരു ഒരു പ്രതിഷേധം കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളാണ്. ഞാൻ അതിൻ്റെ എന്താണെന്ന് റീസണിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്തൊക്കെ ഞാനൊരു 6-ാം ക്ലാസ്സുകാരനോ 7-ാം ക്ലാസ്സുകാരനോ ആയിട്ട് ഞാൻ ഈ പരിസരത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അമ്മിണിപ്പിള്ള പിന്നെ സൈക്കിളിൽ ഇങ്ങനെ വന്നിട്ട് ഈ അദ്ദേഹം അടി കൊടുത്ത ആളിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ അടി കൊടുത്ത ആളിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇയാൾ തടഞ്ഞു നിർത്തിയിടാ, നിനക്ക് ഇവനും കൂടെ ഞാൻ ഒരുമിച്ച് ആഹാരം തന്നിട്ടില്ലേടാ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് അന്ന് അമ്മിണിപ്പിള്ള പറയുന്നൊരു മറുപടിയുണ്ട്, അതിനെന്തമ്മ, ഇപ്പം വേണമെങ്കിലും അമ്മ പിന്നെ ആഹാരം എടുത്ത് വയ്ക്കും, ഞാൻ വന്ന് കഴിച്ചോളാം എന്ന് പറയുന്നത്. അപ്പം അതങ്ങനെയാണോ സിനിമയൊന്നും എനിക്കറിയില്ല, പക്ഷെ പുസ്തകത്തിൽ അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നെ എന്നാലും നീ അത് ചെയ്തല്ലോടാന്ന് ചോദിക്കാം. അപ്പോൾ അമ്മയുടെ മോൻ ചെയ്തതിൽ അമ്മയ്ക്ക് ഇതില്ലേ എന്ന് ചോദിച്ചിട്ട് ഇത് കാണിക്കുന്നൊരു സാധനമുണ്ട്. അതൊക്കെ വളരെ വൈകാരികമായ ഒരു സംഗതിയായിട്ട് ഞാനൊരു 7 വയസ്സുകാരനായിട്ട് അതെടുത്ത ശ്രീജിത്ത് കൃത്യമായിട്ട് അന്നത്തെ കാലത്ത് എനിക്ക് എന്നെ പോലെ തോന്നിയ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് 7 വയസ്സുകാരന എന്നുള്ള രീതിയിൽ അതിൻ്റെ മൂല കഥാകൃത്ത് എന്നുള്ള രീതിയിലൂടെ എന്നോടൊരു മര്യാദ പുള്ളി കാണിച്ചിട്ടുണ്ട്, ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്. അതെൻ്റെ അമ്മയുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട തരത്തിൽ അതിലൊരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. അയാളുടെ കൂടെയുള്ള ഒരാളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു സാധനം, അവിടുന്ന് ഇച്ചിരി ഒരു മാനസിക പ്രശ്നമുള്ള ഒരാൾ അയാളെ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ കുളത്തൂപ്പുഴ ഭാഗത്തു നിന്നുള്ള ആ റേഞ്ചിലാണ് പുള്ളി ജോലി ചെയ്യുന്നത്. അവിടുന്ന് കിട്ടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിയെ പുള്ളി കൊണ്ടുവന്ന് അവിടെ അവതരിപ്പിക്കും ഈ ഒരു സാധനം. അതിൻ്റെ അകത്ത് ഈ വലിയ പാമ്പുകളും ഈ സാധനവും ഒക്കെ പെട്ടതായിട്ടുള്ളൊരു കഥ കുഞ്ഞിലെ എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ കിടന്ന. പക്ഷെ അതിനകത്തൊരു എലിമെൻ്റ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലോ. നമുക്കത് കൃത്യമായി പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലോട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. പക്ഷേ ഇത് കൃത്യമായിട്ട് ഈ നമ്മുടെ ഓർമ്മകളുടെ സഞ്ചയികയിൽ നിന്ന് ഇളകി വരികയും കൃത്യമായിട്ട് ഈ സന്ദർഭത്തിനോട് ഫിറ്റ് ചെയ്യുകയും ചെയ്യാൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിഫ്ലെക്സ് എന്ന് പറയുന്നൊരു സാധനം. അത് നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. പൊന്മാനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതി, ഒരു ദിവസം രാത്രി 11-12 ഞാൻ അന്നപ്പം അവിടെ ഇല്ല. അപ്പം ബേസിൽ വിളിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുന്നത്, ചേട്ടാ ഇങ്ങനെ ഈ കഥാപാത്രം നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ മരിയാനോ എന്ന് പറഞ്ഞ കഥാപാത്രം ഇങ്ങനെ കായലിൽ നിന്ന് കയറി വന്നിട്ട് രണ്ടാമത് വരുന്ന ഈ അജേഷ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ കാണുക. അപ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് പറയാനായിട്ടൊരു 1-2 ഡയലോഗ് നമുക്കൊരെണ്ണം വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനത് പെട്ടെന്ന് പറഞ്ഞു കൊടുത്തൊരു ഒരു സംഗതിയായിരുന്നു ആ സമയത്ത്. അത് ഓവർ ഡ്രമാറ്റിക് ആണോ മെലോ ഉള്ള സാധനം എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. വെച്ചാൽ നീ എന്നെ കൊന്ന് കുഴിച്ചിട്ട് അതിൻ്റെ മോലെ ഒരു ചുടല തെങ്ങും വെച്ചിട്ട് അതിന് പൊടിപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് നീ പോവാവും, ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എണീറ്റ് വരുവടാ എന്ന് പറയുന്ന ഡയലോഗുണ്ട്. അത് നമ്മൾ ആലോചിച്ചുണ്ടാക്കിയൊരു സംഗതിയല്ല. അതാ പറഞ്ഞ സംഗതിയാണ് ഞാനൊന്ന് ആലോചിച്ച് വിളിക്കുന്നത്. അടുത്ത സെക്കൻഡിൽ ഞാൻ വിളിച്ച്
അതിൻ്റെ അസോസിയേറ്റിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡയലോഗാണ്. ഇതുവരെ ഉപയോഗിക്കുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല, പക്ഷേ ആ സമയത്ത് ഉപയോഗിച്ചു. അതാ ഞാൻ പറഞ്ഞ ട്രിഗർ എന്ന് പറഞ്ഞ സാധനം. ഈ സമയം നമുക്ക് ആ ട്രിഗർ കിട്ടിയതുകൊണ്ട് വന്ന്. അതല്ലെങ്കിൽ ഇതേ ഒരു ഡയലോഗിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ 3 ദിവസം ഇരുന്നാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല ഒരു ഡയലോഗ്. ആ എഴുതി കൊടുക്കുന്ന അവർക്ക് ആപ്റ്റായിക്കൊള്ളണമെന്നില്ല. അപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊന്നും ഒരാളുടെ പ്രതിഭയോ അല്ലെങ്കിൽ പ്രതിഭാരാഹിത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയല്ല. അത് റിഫ്ലക്സാണ്. നമ്മൾ ഒരു റൈറ്റർ എപ്പോഴും ശ്രമിക്കേണ്ട ഒരു സാധനം ഈ റിഫ്ലക്സിനെ വളർത്താനാണ് ശ്രമിക്കുന്നത്. അല്ല നമ്മളെ ഇല്ലാത്ത പ്രതിഭയെ കൂടുതലുണ്ടെന്ന് ഭാവിക്കാനോ വളർത്താനോ എന്നുള്ളതല്ല. നമ്മുടെ റൈറ്റിംഗ് റിഫ്ലക്സിനെ നമ്മൾ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളൊരു സാധനമാണ്. ഒരു ചോദ്യം വരും ഏത് സമയത്തും, ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ഏത് സമയത്തും നമുക്കൊരു ചോദ്യം വരും ഈ ഒരു സംഗതിയില്ലേ, ഒരു ഡയലോഗ് എന്ന് പറയുന്ന സാധനം. ആ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന് മാത്രമേ ഈ ട്രിഗർ പോയിൻറ്റ്സിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സാധനം ഇപ്പോൾ റൈറ്റർക്ക് വേർഡ്സും ഉണ്ട്. ഈ ബോധ്യം നമുക്കിപ്പം ഇപ്പം തിരക്കഥ എഴുതുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കഥ എഴുതുന്നവരാണെങ്കിലും ഈ അക്ഷരം കൊണ്ട് അക്ഷരത്തിന് ഉപജീവിച്ച് അല്ലെങ്കിൽ ഇതൊരു ഉപജീവനമാക്കി കൊണ്ട് നടക്കുന്ന മനുഷ്യർക്കെല്ലാം ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് ഞാൻ ഇക്കാലത്ത് എഴുത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യം. അല്ലാതെ നമ്മളുടെ പ്രതിഭയോ അമിതമായ ആത്മവിശ്വാസമോ ഒന്നുമല്ല. നമുക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവാൻ പാടില്ല. ഒരേ സമയത്ത് നമ്മൾ കുടുക്കിലേക്ക് പെടും, നമ്മൾ കോർണർ ചെയ്യപ്പെടും. അവിടുന്ന് നിങ്ങളൊരു നല്ല സംഭാഷണം അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല വരി അല്ലെങ്കിൽ നിങ്ങളുടെ കഥാസന്ദർഭം ഉണ്ടാക്കിയേ പറ്റൂ എന്ന തോന്നൽ നമുക്കെപ്പോഴും ഉണ്ടാവേണ്ടതാണെന്നുള്ളൊരു ആദ്യം നമുക്കുണ്ടാവേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത് നമ്മൾ വായനക്കാരന് കീഴെയാണ്. വായനക്കാരന് കീഴെയാണ് എന്ന് പറയുന്നത് നമ്മൾ കൃത്രിമ വിനയം അഭിനയിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. അതിനൊരു കാരണം വേണം. 2, ഞാനിത് നിരന്തരമായിരുന്ന് എഴുതാൻ ശ്രമിക്കുന്ന സമയത്ത്, എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് അറിയാമല്ലോ ഷാജിക്ക്, നമ്മളൊരു നോവൽ എഴുതാനായിട്ട് എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നതിൻ്റെ ഒരു മണിക്കൂറുകൾ എത്ര ദേഹണ്ണം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അയാൾ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ വായിക്കുന്ന വായനക്കാർ എന്താണ്? അവർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവരത്രയും പുസ്തകങ്ങൾ വായിച്ച് നമ്മളെക്കാൾ മീതെയാണ് അവരുടെ ജഡ്ജ്മെൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അല്ല ഞാനൊരു മഹാനായ എഴുത്തുകാരനാണ് എന്ന് പറയുന്നതിൻ്റെ അല്ല, നമ്മളെക്കാൾ ഇതുണ്ട്, നമുക്ക് അവരെക്കാൾ കൂടുതൽ പ്രജ്ഞയുണ്ട്, എനിക്ക് അതിനേക്കാൾ ജാഗ്രതയുണ്ട്, എനിക്കതിനേക്കാൾ വാക്കുകളുടെ കൈയടക്കമുണ്ട് എന്ന് പറയുന്നതല്ല നമ്മൾ അവരെ സമീപിക്കേണ്ട ഒരു സാധനം. ഇതെല്ലാം അവർ കണ്ടിട്ടുള്ളതാണ്. ഇതിനേക്കാൾ വലിയ തരത്തിലുള്ള ലോകത്തിലെ ക്ലാസിക്കുകൾ വായിച്ചിട്ടുള്ള പാരമ്പര്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. അവരെ നിങ്ങൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തുക എന്നുള്ളൊരു മാജിക്കുകാരൻ എന്നുള്ളൊരു സാധനമല്ല. നിങ്ങൾ നിശബ്ദ വിനീതനായി ഞാൻ ഇതിനു വേണ്ടി എന്നാലാവുന്ന വിധത്തിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്, എന്നെക്കൊണ്ടാവുന്നതിൻ്റെ പരമാവധി ഞാൻ വേലയെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെല്ലാവുന്ന മുട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം ചേർന്ന് അതിനുള്ള വിവരങ്ങൾ സമാഹരിച്ച വിവരങ്ങൾ ഒരു ഗവേഷകൻ്റെ ബുദ്ധിയോടുകൂടിയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ പറയാനിരിക്കുന്ന കഥയുടെ ഏതൊക്കെയോ തോതുകളിൽ എൻ്റെ കഥാപാത്രം പറഞ്ഞ സംഭാഷണങ്ങളിൽ സ്വയമേ ഇണങ്ങിച്ചേർന്നങ്ങ് പോയ ഒരു സംഭവത്തിന് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു കൃത്രിമ ബുദ്ധിയെയും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നിഷ്കളങ്കതയെ മാത്രം കുത്തിച്ചെലുത്തി. എനിക്ക് ഒരുപാട് ബുദ്ധികളും എല്ലാം ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് ഞാൻ എൻ്റെ നിഷ്കളങ്കതയെ മാത്രം മാറ്റി നിർത്തി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞൊരു സാധനം. ഈ നിഷ്കളങ്കതയെ അല്ലെങ്കിൽ ഇതിൻ്റെ അത്ര ലൈഫ് ഉണ്ടല്ലോ, അയാൾ അയാളുടെ കൊമ്പും ഇതൊന്നുമല്ല, അതിലൊരു ലൈഫ് ഉണ്ടല്ലോ, അതെന്നെ എവിടെയോ തൊടുന്നുണ്ടല്ലോ. ഇത്രയും നന്നായി വായിക്കുക ഇതൊക്കെ ചെയ്യുന്നു. ഞാൻ പലരെയും വായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാട്ടിൻപുറത്തു നിന്നുള്ള ഭാഗത്തു നിന്ന് ഞാൻ കണ്ടറിഞ്ഞതായ ഒരു വൈകാരികത എന്നെ തൊടുന്നുണ്ടല്ലോ എന്ന് തോന്നുന്ന ഈ മുഹൂർത്തത്തിലാണ് ഈ റൈറ്റർ ഇതും തമ്മിൽ വരുന്നത്. അല്ലാതെ എൻ്റെ അതീശത്വമല്ല. ഇപ്പം ഞാനിത് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഏതറ്റം വരെയും പോയി അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പക്ഷേ അത് ഒരു കാരണവശാലും നമ്മൾ
നമ്മൾ പ്രകടമായി ഇതിൽ പ്രകടമാവാതിരിക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഈ കഴിഞ്ഞ തവണ ഇപ്പം എഴുതിയ കൊടുങ്കാറ്റെന്ന് പറഞ്ഞ നോവലിൻ്റെ അകത്ത് ഈ പിന്നെ ബോഡിമെട്ടിൻ ചുരത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ജീവിക്കുന്ന തമിഴ്നാട്ടും മലയാളികളുമായ മനുഷ്യർ, അവിടുന്ന് ഇവിടെ വന്ന് വേലയെടുക്കുന്ന സ്ത്രീകൾ, അവരുടെ ജീവിതകഥയാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതുന്നതെന്ന് വെച്ചാൽ ഞാൻ പല PhD പേപ്പറുകൾ അവിടെ പോയി നിന്ന് തങ്ങി ഇതുമായി ബന്ധപ്പെട്ട് പല യൂണിവേഴ്സിറ്റികളിൽ തങ്ങി PhD പേപ്പറുകൾ വായിച്ചു. ഇതൊന്നും ഈ മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, പക്ഷെ അതിൽ ഡേറ്റ ഇതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം ഒരു അംശം ഇതിൻ്റെ അകത്തേക്ക് തുടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ റീഡർ അപ്പോൾ ഇത് ചെയ്യും. നിങ്ങൾ ഒരു കൃത്രിമ ബുദ്ധി കൊണ്ടുണ്ടാക്കിയ ഏത് വലിയ ടൂളിനേക്കാൾ വലുതാണ് ഒരു വായനക്കാരൻ അതിനേക്കാൾ പവറുള്ള തലച്ചോറിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്പാർക്ക്. ഇത് ഇയാൾ കുത്തിച്ചെലുത്തിയതാണല്ലോ. അവിടെ നമ്മളോടുള്ള ബഹുമാനം പോവുക. ഇയാൾ പണിയെടുത്തു നോക്കെ ഇയാൾ അവിടെ നിന്നൊക്കെ സമാധാനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ഗവേഷണ പുസ്തകം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാം. അതിൻ്റെ വൈകാരികത എന്ന് പറയുന്നൊരു സാധനത്തിൽ സ്വാഭാവികതയാണ്. വൈകാരികതയിൽ സ്വാഭാവികത ഉണ്ടാവുക, അത് നിഷ്കളങ്കമായി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എഴുതിയൊരു സംഗതി ഇതിൽ അത് വന്നില്ല എന്ന് വെച്ചാൽ അപ്പം ഞാൻ പരാജയപ്പെട്ടു. ഈ മൂന്ന് എലിമെൻറ്റുകളിൽ കൂട്ടി യോജിച്ച് വരാത്തതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. അത് മനസ്സിലാക്കാനുള്ള മിനിമം ബോധ്യം എനിക്കുണ്ടായാൽ നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി മതി ഒരു ഭേദപ്പെട്ട റൈറ്റർ ആവാനായിട്ട്. അതാണ് എനിക്ക് ഇത് ചെയ്യാനുള്ളത്. അല്ല, നിങ്ങൾ അമിത പ്രതിഭാശാലിയും ജീനിയസ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ സംഭാഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറും അനാവശ്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ നമ്മൾ പറഞ്ഞ ഈ അതിഭയങ്കരമായി ദേഹണ്ണം ചെയ്ത് ഒരു കണ്ടൻറ്റിനെ എൻറിച്ച് ചെയ്ത് മര്യാദയ്ക്ക് നിഷ്കളങ്കമായി ചെയ്യാൻ ശ്രമിക്കുന്ന ജോണറിൽപ്പെട്ട റൈറ്റേഴ്സിനെ സംബന്ധിച്ച് അതേ എനിക്കറിയത്തുള്ളൂ. അല്ലാത്ത ബോധ്യങ്ങളുള്ള റൈറ്റേഴ്സിന് അവരുടെ രീതിക്കനുസരിച്ച് പറയാനുണ്ടാവും. ഇപ്പോൾ നമ്മൾ കൊല്ലം തന്നെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഓർമ്മയെന്ന് വെച്ചാൽ നമ്മുടെ ബാല്യമാണ്. അതാണ് ഭാവിയിൽ ഏത് മനുഷ്യന് അൽഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ ബാല്യം നഷ്ടപ്പെടാത്തത്. അത് ഉറച്ച ബോധ്യമാണ്. അത് കിടക്കുന്ന സ്ഥലമാണ് നമ്മളുടെ ഭൂമിക. ഞാൻ ഈ മറയൂർ പോയാലും ഈ ഭൂമികയും പൊക്കിയെടുത്തോണ്ടാണ് പോകുന്നത്. പക്ഷേ അവിടുന്ന് ഞാൻ ഇവിടെ ചന്ദനമരം വെച്ച് പിടിപ്പിക്കണം ഈ ഒരു സ്ഥലത്ത്. ഇവിടെ അത് നട്ടാ കുരുക്കത്തില്ല. അപ്പം അവിടെ ഞാൻ പോയി നിന്ന് തങ്ങി ഈ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ കൂടെ നിന്ന് പോയി അവരുടെ വർക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പോകണമെന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. ഞാൻ പറയുന്നത് ഈ ഗ്യാപ്പാണ്, ഈ ഇത്രയും ദൂരത്തുള്ള ഗ്യാപ്പും നമ്മളുടെ അരക്ഷിതാവസ്ഥ. ഞാൻ നേരത്തെ ഈ പറഞ്ഞ അരക്ഷിതാവസ്ഥ എനിക്കിത് നിഷ്കളങ്കമായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ ഒക്കത്തില്ല. ഞാൻ പഠിച്ചത് എൻ്റെ ഭൂമികയല്ല, ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും ഒരു ഡെഡിക്കേഷനോടെ നിഷ്കളങ്കമായി ഇത് അവതരിപ്പിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പ്രതീതിവൽക്കരണം അതിൽ നമുക്കൊരു ഉടവ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന ശ്രമങ്ങൾ അരക്ഷിതാവസ്ഥകളാണ്. ഇതൊന്നും വേണമെന്ന് ഒരിതുമില്ല. അത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് നമ്മളുടെ മിനിമം ലെവലിലുള്ള പ്രതിഭയെ വെച്ചിട്ടുള്ള ഒരു സംഗതികളാണ്. ഇതിൻ്റെ അകത്തുള്ള ഓവർ ഉള്ള കൺസേൺ നമുക്കുണ്ട്. ഒരു റീഡറിനെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവിടെ നമ്മൾ ചെന്ന് തൊലിയുരിഞ്ഞ് നിൽക്കരുത് എന്ന് പറയുന്നുള്ള ഒരു മിനിമം ഈഗോ ഒരു റൈറ്റർക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി മാത്രം എടുക്കുന്ന ശ്രമങ്ങളാണ് ഇത്. അത് വലിയ റൈറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് വേണ്ടതായ ഒരു ഘട്ടമാണെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് വേണം. ഞാൻ അവിടെ ഉറച്ചു നിന്നിട്ടേ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ. ഇനി എത്രയോ സമയങ്ങളിൽ ഞാൻ ബോഡി നായ്ക്കിനോട് തങ്ങി കൊടുങ്കാറ്റിന് വേണ്ടി എത്രയോ നാളുകളിൽ തങ്ങി. ഇനി എത്ര പോകാനിരിക്കുന്നു. അതിൻ്റെ ഒരു വേർഷനിൽ ഒക്കെ ഇത് ചെയ്തു. അപ്പോൾ അത് പിന്നെ പല എഡിഷനുകളിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരുത്തപ്പെടും ഈ ഒരു സാധനം. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ചില എഡിഷനുകൾ തിരിച്ച് വാങ്ങിച്ചിട്ട് പുതിയ എഡിഷൻ ചില വായനക്കാരറിയുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത്ര ഞാൻ പറഞ്ഞ ഈ രണ്ട് സൈഡ് ചുറ്റിയ ചെകുത്താനെ പോലുള്ള ജീവിതമാണ് നമ്മൾ പറയുന്നൊരു സാധനമുണ്ടല്ലോ. അത് അങ്ങനെയൊക്കെ ഉള്ള ചില ശ്രമങ്ങൾ നടത്തിയാൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് എനിക്ക് ഇപ്പം നമ്മളെ കേട്ടിരിക്കുന്നതായ ഈ എഴുത്തുമായി അല്ലെങ്കിൽ കരിയറായിട്ട് വരണമെന്നുള്ള ചെറുപ്പക്കാരടുത്ത് പറയാനുള്ള ഒരു
ഒരു സംഗതി, കരിയറും കൂടെ ആയിട്ട് കൊണ്ടുവരാം. ഞാൻ എൻ്റെ കരിയറായിട്ട് ഞാൻ ബിൽഡ് ചെയ്തൊരു സാധനമാണ് ഈ റൈറ്റിംഗ് ഒരു കരിയറായിട്ട് കൊണ്ട് നടക്കുന്ന, അതുകൊണ്ട് മാത്രം ഉപജീവനം നയിക്കുന്ന കേരളത്തിലെ ഈ തലമുറയിലെ കുറച്ച് റൈറ്റേഴ്സിൽ ഉള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ട്. കാക്കനാടൻ, തകഴി തൊട്ടുള്ള ആൾക്കാരെല്ലാം അന്നും ഇത് ശ്രമിച്ച് വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പം നമ്മളുടെ അന്ന് അവർക്ക് ഒരു വീടിൻ്റെ അകത്തിരുന്നു ഒരു അത്യാവശ്യം സംഗതി. ഇന്നങ്ങനല്ല. ഇന്നൊരു റൈറ്ററുടെ ഇത് മാറി. അയാൾ സമൂഹത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്ന പോലൊക്കെ അത്യാവശ്യം ജീവിക്കേണ്ടതായ ഒരാളാണ്. അതിന് തക്ക രീതിയിലുള്ള ഒരു പിന്നെ എഴുത്തിന് വേണ്ടിയുള്ള യാത്രകൾ. ഞാനത് എപ്പോഴും പറയാറുണ്ട്, ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന പണം ചെറുതല്ല. കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാന്യമായൊരു ഹോട്ടലിൽ നമ്മൾ ചെന്ന് താമസിക്കണം. ഞാനത് പറഞ്ഞില്ലേ, ഒരു വർഷം ഞാൻ കടപ്പുറത്തൊരു വീടെടുത്തിട്ടാണ് ഞാൻ 4-5 ചെറുപ്പക്കാർ എഴുതി തീർക്കുന്നത്. പിന്നീട് അതിനനുബന്ധമായിട്ട് പൊന്മാൻ്റെ കുറേ ഭാഗങ്ങൾ എഴുതി തീർക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ചിലവ് നമ്മൾ തന്നെയാണ് ഇത് വഹിക്കുന്നതും നമ്മൾ വേറൊരാളടുത്ത് പറയുകയും ചെയ്യുന്ന സംഗതിയല്ല. ഓരോരോ സ്ഥലങ്ങളിൽ പോകും. ഞാൻ ഈ കഥ പറയാനായിട്ട് എൻ്റെ അടുത്ത് കഥ പറയാനായിട്ട് ഈ ചന്ദനവുമായി ബന്ധപ്പെട്ട കഥ പറയാനായിട്ട് അവിടെ പോയ സമയത്ത് എൻ്റെ കൂടെ വരുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ അന്നത്തെ ഒരു ദിവസം കൂലി കൊടുക്കുമായിരുന്നു. അന്നത്തെ ഒരു ദിവസം, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. നമ്മൾ അവരെ നിന്ന് കഥ കുത്തിയെടുത്തിട്ട് ഞാൻ എൻ്റെ വേറെയുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടി ഉപയോഗിക്കുന്നു. മിനിമം അന്നത്തെ ഒരു സംഗതി കൊടുത്തിട്ടാണ് നമ്മൾ. അപ്പം അങ്ങനെ ചെയ്ത് നമ്മൾ ചെയ്യുന്ന കുറേ പ്രോസസ്സുണ്ട് ഇതിൻ്റെ പുറകെ. അപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മഹാസംഭവങ്ങളായിട്ടല്ല പറയുന്നത്. ഞാനിതൊരു റൈറ്റിംഗ് കരിയറാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി വരുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി പറയുന്ന ചില സംഗതികളാണ് ഈ സാധനം. നിങ്ങളെ കണ്ടൻറ്റിനെ എൻറിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പണിയെടുക്കണം. നിങ്ങൾ അതിൻ്റേതായ ചിലവാക്കേണ്ടതായിട്ടുള്ള പണമുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിലേ ആ കണ്ടൻറ്റിന് ആവശ്യക്കാരുണ്ടാകത്തുള്ളൂ. ഞാൻ സച്ചിയെ കണ്ടിട്ടില്ല, ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹവുമായിട്ട് ഉണ്ടായ കുറഞ്ഞ കാലത്തിലുണ്ടായ ഒരു പാരസ്പര്യം വലുതായിരുന്നു. അത് പുള്ളിയുമായി ബന്ധപ്പെട്ട പലർക്കും അങ്ങനെ തന്നെയായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, പുള്ളി നമ്മൾ സംസാരിക്കുന്ന ഒന്നും സിനിമയായിരുന്നില്ല. രാത്രിയിൽ ചിലപ്പോൾ 2 മണി 3 മണി വരെയൊക്കെ പുള്ളി സംസാരിക്കുന്നു. അപ്പം സിനിമയായിരുന്നില്ല. പ്രത്യേകിച്ച് VKN സാഹിത്യം, അതൊക്കെ പുള്ളിക്ക് വലിയ അങ്ങനെ കവിതകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ റൈറ്റർ എന്ന് പറയുന്നിട്ടുള്ള അത് അദ്ദേഹം ആദ്യകാലങ്ങളിൽ പുള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നൊരു സാധനമായിരിക്കും. അപ്പം പുള്ളിക്കൊരു ഗ്രിപ്പ് കിട്ടിയൊരു ഭയങ്കരമായൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം സച്ചി എന്ന് പറഞ്ഞ സമയത്ത് സച്ചി പറഞ്ഞൊരു വാചകം, ഒരു കാരണവശാലും നിങ്ങളെ ഇതില്ല, ഞാൻ അങ്ങോട്ട് വരും തിരുവനന്തപുരം, നിങ്ങളെ വന്ന് കാണും. ഞാൻ എൻ്റെ റൈറ്ററെ, എനിക്ക് ആവശ്യമുള്ള കണ്ടന്റുള്ള റൈറ്ററെ ഞാൻ അങ്ങോട്ടാണ് വന്ന് കാണുന്നത്. അങ്ങനെയാണ് ഒരു റൈറ്ററുടെ ഇത്. പിന്നെ പറഞ്ഞാൽ ഇപ്പോഴേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്ററായിരുന്ന ഒരാൾ വേറൊരു റൈറ്ററോട് കാണിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് പുള്ളി പറയാതെ പറഞ്ഞു. അത് എനിക്കൊരു ഇതായിട്ട് തോന്നിയ ഒരു സംഗതിയാണ്. പുള്ളിക്ക് അതിൻ്റെ ഒരു ഗ്രിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് പുള്ളി അങ്ങോട്ടൊന്ന് വിളിച്ചു വരുത്തുക എന്നുള്ളൊരു സാധനമല്ല ചെയ്തത്. നമുക്കിരിക്കാം, അങ്ങനെയുള്ള ചില കുറിപ്പുകളെടുത്തൊക്കെ ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറിപ്പുകളെടുത്ത ചില നോട്ട്ബുക്കുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് അതിൻ്റെ ചില അമ്മക്ക് വളരെ വൈകാരികമായിട്ട് തോന്നി. ഒരു നോട്ട്ബുക്കുകളിൽ ചില 1-2 കുറിപ്പുകൾ പുള്ളി എടുത്ത് വെച്ചിരുന്നൊരു സാധനം. അപ്പം അങ്ങനെയായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു റൈറ്ററുടെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഒരു റൈറ്ററിൽ നിന്ന് കിട്ടുന്നത് റൈറ്ററിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ ചാമ്പ്യനല്ലേ, ഇപ്പം ഈ സാധനമൊക്കെ വലിയ വിജയമായി വന്നാലേ നിങ്ങൾ ഞാനെന്തിനാ എഴുതുന്നു എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, നിങ്ങളാണ് അതിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കിയത്, നിങ്ങളുണ്ടായിരിക്കണം, നിങ്ങൾ എഴുതണം. ഞാൻ ഉണ്ടല്ലോ കൂടെ. അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ, അപ്പം സിനിമയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഒരു റൈറ്റർ എന്ന് പറയുന്നിട്ടുള്ള ഒരു ലാർജർ സ്പെക്ട്രത്തിൽ പെട്ട ഒരാൾ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് നമുക്കതിൽ തോന്നിയത്. അല്ല, അത് ജയൻ്റെ ഒരു പെർസ്പെക്റ്റീവായിരുന്നു ആ സിനിമ. ജയൻ്റെ പെർസ്പെക്റ്റീവായിരുന്നു. അത് ജയനെ കൊണ്ട്
പറ്റാവുന്നതിൻ്റെ പരമാവധിയിൽ ജയൻ ഒരുപാട് വർഷം കഷ്ടപ്പെട്ടു. ആ സിനിമ പിന്നെ പൃഥ്വിരാജിൻ്റെ ആക്സിഡൻറ്റ്, കാലിൻ്റെ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ദീർഘിച്ചു പോയി. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പിന്നെ വീണ്ടും വരുമ്പോഴത്തേക്ക് ഈ പ്രധാന നടൻ്റെ രൂപഭാവങ്ങളൊക്കെ അത് തന്നെ ആയിരിക്കണമല്ലോ നേരത്തെ ഉണ്ടായിരുന്ന. അപ്പോൾ അതിലേക്കൊക്കെ വരാനായിട്ടുള്ള കുറച്ച് സമയമെടുത്ത സാവകാശത്തിൽ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് അതിന് ദീർഘമായി പോയി. എങ്കിലും ജയനാൽ ആവുന്ന രീതിയിലേക്ക് അത് ഷൂട്ട് ചെയ്ത് ജയൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ജയൻ വളരെ ആത്മാർത്ഥമായിട്ട് ജയൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ നമ്മൾ ഈ പറയുന്ന കണക്കുള്ള എനിക്ക് അതിദീർഘമായ പിന്നെ ഇൻട്രാക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ എങ്കിലും 2 സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച് ഞാൻ ഇടപെട്ട തോതിൽ നിന്ന് പറയാം. അദ്ദേഹത്തിന് നമ്മൾ റൈറ്റിംഗ് അല്ലെങ്കിൽ സാഹിത്യം അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ കാര്യമായ പ്രതിപത്തി ഉണ്ട്. പിന്നെ പുള്ളിക്ക് ജനിതകമായിട്ട് പുള്ളിക്ക് പിന്നെ ഈ എഴുത്തും റൈറ്റിങ്ങും ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സംഭാഷണങ്ങളിലെല്ലാം ഈ ഭാഷ പ്രത്യേകിച്ച് ഇണങ്ങുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. രണ്ടെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹം കാപ്പയുടെ എൻഡിങ്ങിൻ്റെ കാര്യത്തിലൊന്നും പിന്നെ ഒരു കാര്യത്തിലും പുള്ളി ഇടപെട്ടില്ല. അതൊന്ന് ആലോചിക്കണം. ആ ഒരു സിനിമ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ അത് ഇഷ്ടപ്പെടില്ല എന്ന് മറ്റാരെക്കാൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരു 20 മിനിറ്റ് മുമ്പ് ആ ക്യാരക്ടർ പൊട്ടിത്തെറിച്ച് പോവുകയും പിന്നീട് ഒരു 10-15-20 മിനിറ്റ് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് ആ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് പുള്ളി സർവാത്മന ചെയ്ത് അതാണ് ക്യാരക്ടർ. ആ ക്യാരക്ടറിന് തന്നെ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് പോകണ്ട, അങ്ങനെ കൃത്രിമമായ ഒരു സംഗതിയിലേക്ക് പോകണ്ട എന്നുള്ള ധാരണ പിന്നെ ആ സംവിധായകൻ്റെ ആ ധാരണയോടൊപ്പം പുള്ളി നിന്നു ആ ഒരു സംഗതി. അപ്പം അക്കാര്യങ്ങളിലൊന്നും ഇതില്ല. അപ്പം സച്ചി എടുക്കാനുള്ള സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ പിന്നെ എടുത്ത സിനിമയോടൊപ്പം പുള്ളി പിന്നെ നിന്നു. നേരത്തെയുള്ള പല സിനിമകൾ ഉണ്ടായിരുന്നതൊക്കെ ചിലതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് പുള്ളി നേരത്തെ തന്നെ വിലായത് ബുദ്ധയിലേക്ക് കയറിയത്, സച്ചിക്ക് കൊടുത്ത ഒരു ട്രിബ്യൂട്ടൊക്കെ എന്നുള്ള രീതി. അത് ആനോയെ സംബന്ധിച്ചായിരുന്നു അന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത അതിൻ്റെ ത്രെഡ് പുള്ളിക്ക് വളരെയേറെ പിന്നെ ഇൻട്രസ്റ്റിങ്. അതൊരു 16-ാം നൂറ്റാണ്ട് തുടക്കത്തിലൊരു ആനക്കുട്ടിയെ കൊണ്ടുപോകുന്നതിൻ്റെ പാപ്പാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ റിനൈസാൻസ് കാലത്തൊക്കെ വെച്ചാൽ പിന്നെ മൈക്കിൾ ഏഞ്ചലോടെ കൂടെയും ഡാവിഞ്ചിയുടെ കൂടെയൊക്കെ താമസിച്ചൊരു പാപ്പാനാണ്. നമ്മൾ SLCക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോഴൊന്നും ഇങ്ങനെ ഒരാൾ എവിടെ കൂടെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം. പക്ഷേ പിന്നീട് അതിൻ്റെ ചർച്ചയ്ക്ക് ഇരിക്കാനോ എന്നുള്ളൊരു സാവകാശമോ ഒന്നുമില്ല. ഒന്നാമതെന്ന് വെച്ചാൽ അത് 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള ഒരു റിനൈസാൻസ് ഇറ്റലിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇനിഷ്യൽ തോട്ടിലേക്ക് പോലും പിന്നെ അതിൻ്റെ ചർച്ചയ്ക്കൊന്നും ഇരുന്നിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനൊരു പിന്നെ അതൊരു സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തുനിന്നുള്ള അതിലൊരു ഒരു ധാരണ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവുമല്ലോ. ഞാനിത് ഇങ്ങനെ ആവുകയാണെങ്കിൽ അതിനൊരു ഇൻ്റർനാഷണൽ തലം ഉണ്ടല്ലോ അതിനൊരു യാത്രയ്ക്ക്. അത് പിന്നെ സിനിമയൊക്കെ ഒന്നിച്ച് വരണം, യാത്ര ഇതൊക്കെ ഒരുമിച്ചിരുന്ന് അതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ഇതൊക്കെ കൂടിയിരുന്ന് ഇതൊക്കെ വന്നാണല്ലോ ഇതിനെ നമ്മുടേതായ പല എഴുത്തും പാതയിലൂടെ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെതായ എഴുത്തിൻ്റെയും മറ്റ് അഭിനയങ്ങൾ മറ്റ് സാധനങ്ങൾ ഇതൊക്കെ നടക്കുന്നു, എവിടേക്ക് ഇരിക്കുന്നു. ഇങ്ങനെ ഒരാളിരിക്കണം, ഇതേ ആശയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പുനരാലോചനകൾ വേണം. 100,000 ഘട്ടങ്ങളുടെ ഒരു പരിസമാപ്തിയിലാണ് ഒരു സിനിമ യാഥാർത്ഥ്യമാകുന്നത്. അത് വളരെ പിന്നെ രസകരമായ ഒരു ഇതായിരുന്നു. അത് ആ സംവിധായകന് വേണ്ടി, അയാളുടെ ആ പയ്യൻ്റെ ആ സംവിധായകൻ്റെ സ്വപ്നത്തിന് വേണ്ടി പിന്നെ ഞങ്ങൾ കൂടെ നിൽക്കുകയായിരുന്നു. അതെന്ന് വെച്ചാൽ അതിന് ആദ്യം അതിൻ്റെ ബെന്യാമിൻ സഹായിച്ചായിരുന്നു. ആദ്യം അത് സഹായിച്ചു. അപ്പോൾ അതിനോട് ഒത്തുചേരാമോ എന്ന് ബെന്യാമിനും മറ്റു സുഹൃത്തുക്കളും എല്ലാവരും ചോദിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പിന്നെ അതിനുവേണ്ടി കുറേ നാൾ
ഇത് ചെയ്തു. വളരെ നല്ല കടലിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു ഷൂട്ടിങ്. അത് നല്ലതായ ഒരു അനുഭവമായിരുന്നു. അതിൻ്റെ അകത്ത് ഞങ്ങൾക്കതിൽ അതിൻ്റെ കൊടുക്കൽ വാങ്ങലുകളിലൊന്നും ഒരു തരം പ്രശ്നങ്ങളും ഉണ്ടായില്ല. തുടർന്നാണ് പിന്നെ നോവൽ ഇറങ്ങിയ സമയത്ത് ഈ ഒരു യാത്ര ഇതിൻ്റെ പിന്നാലെ പോകണമെന്നുള്ള സാധനം പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും പറഞ്ഞു, നിങ്ങൾ വേറെ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുകയും ഞങ്ങളൊരു കോമൺ സുഹൃത്ത് ശ്രീ റഷീദ് അറയ്ക്കൽ ഒരുമിച്ച് വരികയും ഞങ്ങൾ യൂറോപ്പ് മൊത്തം ഈ ആന പോയ വഴിയിലൂടെ 500 വർഷത്തിന് ശേഷം ഒരു യാത്ര പോവുകയും ചെയ്തു. അത് മാതൃഭൂമി പുസ്തകമാക്കുകയും ചെയ്യൽ. തിരക്കഥ എഴുതുന്ന എനിക്കത് ഞാൻ പറഞ്ഞില്ലേ, തിരക്കഥ എന്ന് പറഞ്ഞൊരു ആർട്ട് ഫോം എന്ന് പറയുന്നത് അതിങ്ങനെ പുതിയ കാലത്ത് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് നമ്മളെ പറഞ്ഞ കണക്ക് ലോക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ഇംപ്രവൈസേഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ, നിങ്ങളുടെ ഒപ്പമുള്ള എല്ലാ പ്രതിഭാശാലികളായി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നിന്നുള്ള ഇൻപുട്സ് എടുക്കുകയും അത് കൃത്യസമയത്ത് തന്നെ സ്ഥലത്ത് അവിടെ തന്നെയാണോ അത് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നുള്ള നോക്കുക എന്നുള്ള ഒരു ചുമതലയും കൂടെ ഇപ്പം തിരക്കഥാകൃത്തിനുണ്ട്. അത് സംവിധായകൻ്റേതായിട്ട് മാത്രമല്ല, അത് സെറ്റുകളിലൊക്കെ തിരക്കഥാകൃത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇതൊക്കെ വലിയ ഗുണപരമായി മാറും. ഈ പങ്കെടുക്കുന്ന ഒരു നടനല്ലെങ്കിൽ നടി പോലും ഒരു മൂളൽ കൊണ്ട് ബാക്കിയുള്ള എല്ലാ രചനയും ആ സംഭാഷണങ്ങളെ അപ്രസക്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമ്മളുടെ ഈഗോ അല്ല ഇതിൻ്റെ ചെയ്യേണ്ട സാധനം. അപ്പോൾ ഇത് ഒരു റൈറ്റിംഗ് ടേബിളിൽ നിന്ന് ഒരു 2 ഡയമെൻഷനിൽ നിന്ന് ഒരു 3 ഡയമെൻഷനിലേക്ക് മറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അനുഭവ പ്രപഞ്ചത്തിൽ മാറ്റമുണ്ടാകുന്നു. അതിൻ്റെ യുക്തിയിൽ സാധനങ്ങളിലെല്ലാം മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ സദാ സന്നദ്ധമായിരിക്കാനുള്ള ഒരു ഇരുത്തം ഒരു തിരക്കഥാകൃത്തിന് വേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി.